ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററിൽ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ, എങ്ങനെയാണ് ഈ ബിസിനസ്സിലെ ഇടപാടുകളെ നമ്മൾ എന്താ ചെയ്യുന്നത്, രേഖപ്പെടുത്തുന്നത് എന്നാണ് നമ്മൾ ഈ സാധനത്തിൽ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക, ബിസിനസ്സിൻ്റെ എല്ലാ സാധനത്തിനെയും നമ്മൾ 4 ഹെഡിങ്ങിലേക്ക് നമ്മൾ എന്താക്കുന്നുണ്ട്, അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് 4 ഹെഡിങ്ങിലേക്ക്. അതൊന്ന് അസറ്റ്, ഒന്ന് അസറ്റാണ്. രണ്ടാമത്തത് എക്സ്പെൻസ്. ഓക്കെ, അസറ്റ് എക്സ്പെൻസ് ഇങ്ങനെ 2 കാറ്റഗറിയും. അതുപോലെ തന്നെ ലയബിലിറ്റി, ഇൻകം, ഇങ്ങനെ 2 കാറ്റഗറി ഉണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ 4 ഹെഡിങ്ങിൻ്റെ കീഴിലേക്ക് എന്താവുകയാണ്, നമ്മൾ ബിസിനസ്സിലെ എല്ലാ പ്രവർത്തനത്തെയും നമ്മൾ കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു ഇൻട്രോ അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താക്കും, ബാക്കിയുള്ള വിഷയങ്ങൾ നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. ഇങ്ങനെ 4 ഹെഡിങ്ങിലേക്ക് നമ്മളെല്ലാ സാധനത്തിനും എന്താവും നമ്മൾ കൊണ്ടുവരികയാണ്. ഇനി നോക്കുക, ഇതിൽ ഓരോ സാധനങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അസറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മളെ ബിസിനസ്സിൻ്റെ ആസ്തി. ഓക്കെ, അപ്പോൾ അതാണ് അസറ്റ് എന്ന് പറഞ്ഞ സാധനം. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ചിലവാണ്. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ബാധ്യതയാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഓക്കെ, ഇൻകം എന്ന് പറഞ്ഞാലോ നമുക്ക് വരുമാനമാണ്. ഇത് 2 ഒറ്റ സെറ്റ്, ഇത് 2 ഒറ്റ സെറ്റ്. ഇതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞുതരാം. ഇനി നമ്മൾ ഡെബിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക, എങ്ങനെ ഇവിടെ പറയുള്ളൂ. ഇനി ആദ്യം എന്താ ഡെബിറ്റ് ചെയ്യുക, എന്താണ് ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണമെന്നും കൂടെ എന്താക്കണം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഇതാ നമ്മൾ എന്താ ഡാഷ് 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 ഡെപ്റ്റർ ടു ഡാഷ് ഡാഷ് ഡാഷ്, ഈ മേലെ എഴുതണേന് നമ്മൾ ഡെബിറ്റ് ചെയ്യുക എന്ന് പറയും. ഇപ്പം അങ്ങനെ മാത്രം മനസ്സിലാക്കി വെക്കുക. മേലെ എഴുതണേന് നമ്മൾ ഡെബിറ്റ് ചെയ്യുക എന്ന് പറയും, താഴെ എഴുതുന്നതിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാമെന്നും പറയും. മേലെ എഴുതുന്നതിന് ഡെബിറ്റ് ചെയ്യുക, താഴെ എഴുതുന്നതിന് ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് ഏതൊക്കെ സാധനങ്ങളാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ സാധനങ്ങളാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്ന് മാത്രമേ ഇനി ഇവിടെ പഠിക്കാനുള്ളൂ. അതോടുകൂടെ എന്തായി ജേണൽ എൻട്രി ക്ലിയറായി. നോക്കാം, അസറ്റും എക്സ്പെൻസും ഇതൊരു സെറ്റ് എന്നല്ല നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ അസറ്റും എക്സ്പെൻസും ഈ 2 സാധനങ്ങളും കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം. കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മേലെ എഴുതണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അത് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ, അപ്പോൾ അത് കുറഞ്ഞാൽ എന്താക്കണം, ക്രെഡിറ്റ് ചെയ്യണം. അതായത് ഇവിടെ എഴുതണം. ക്ലിയർ ആണോ? ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ എന്താക്കി, ക്യാഷ് കൊടുത്തിട്ട് ഫർണിച്ചർ വാങ്ങി. ക്യാഷ് കൊടുത്തിട്ട് ഫർണിച്ചർ വാങ്ങി. ക്യാഷ് എന്നുള്ളത് എന്താണ്, അസറ്റാണ്. ഫർണിച്ചർ എന്ന് പറഞ്ഞാലും അസറ്റാണ്. ക്യാഷ് എന്ന് പറഞ്ഞാലും അസറ്റാണ്, ഫർണിച്ചർ എന്ന് പറഞ്ഞാലും അസറ്റാണ്. ഇവിടെ നോക്ക്, അസറ്റ്, ഏത് അസറ്റ് കൂടിയത് ഇവിടെ? ക്യാഷ് കൊടുക്കുമ്പോൾ ഫർണിച്ചർ കിട്ടി. അപ്പോൾ നമ്മളെ കയ്യിൽ കിട്ടിയ അസറ്റ് ഏതാണ്, കൂടിയ അസറ്റ് ഏതാണ്, ഫർണിച്ചറാണ്. അപ്പോൾ അസറ്റ് കൂടിയാൽ എവിടെ എഴുതണം, ഡെബിറ്റ് ചെയ്യണം എന്നല്ലേ. അപ്പോൾ കൂടിയ അസറ്റ് ഞാൻ ഇവിടെ മേലെ എഴുതി, ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ. ഇനി എൻ്റെ കയ്യിൽ നിന്ന് ഒരു അസറ്റ് പോയേക്കല്ലേ, അതേതാ, ക്യാഷ്. അസറ്റ് കുറയുമ്പോൾ എവിടെ എഴുതണം, അസറ്റ് കുറയുമ്പോൾ എവിടെ എഴുതണം എന്നാണ് പറഞ്ഞാൽ ക്രെഡിറ്റ് ഭാഗത്ത് എഴുതണം. ഇതാ ടു ക്യാഷ്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമ്മൾ വേറൊന്നും കൂടി പറയാം. ഞാൻ ആ ഫർണിച്ചർ എന്താക്കി കൊടുത്തു, എന്നിട്ട് ഞാൻ എന്താക്കി ക്യാഷ് വാങ്ങി. ഫർണിച്ചർ കൊടുത്തു, ക്യാഷ് വാങ്ങി. ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയ സാധനം എന്താ, ഫർണിച്ചർ. ഫർണിച്ചർ അസറ്റ് അല്ലേ. അപ്പോൾ അസറ്റ് കുറയുമ്പോൾ എവിടെ എഴുതണം, നമ്മൾ പഠിച്ചത് ക്രെഡിറ്റ് ഭാഗത്ത് താഴെ എഴുതണം എന്നല്ലേ. അപ്പോൾ നോക്കുക, ടു ഫർണിച്ചർ. ഓക്കെ, ഇനി എനിക്ക് കിട്ടിയത് എന്താ, ഫർണിച്ചർ വിറ്റപ്പം ക്യാഷ്. അത് അസറ്റ് അല്ലേ. അസറ്റ് കൂടുമ്പോൾ എവിടെ എഴുതണം എന്നാണ് പറഞ്ഞത്, ഡെബിറ്റ് ഭാഗത്ത്. അപ്പോൾ ഇതാ അവിടെ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫർണിച്ചർ. ക്ലിയർ അല്ലേ? ഇത്ര ഇതിന് മനസ്സിലാക്കാനുള്ളൂ. ഇനി നോക്കാം, നമ്മൾ വേറൊരു ഉദാഹരണം പറയാം. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ സാധനം. ഈ സെറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ സെറ്റ്. അതെങ്ങനെയായിരിക്കുന്നോ, ഈ ലയബിലിറ്റി ഇൻകം കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യണം. ലയബിലിറ്റി ഇൻകം കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യണം. നേരത്തെ നമ്മൾ പറഞ്ഞത് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം എന്നാണ്. ഇപ്പം നമ്മൾ പറഞ്ഞത് കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യണം. അതിൻ്റെ അർത്ഥം കുറഞ്ഞാൽ എന്താക്കണം, ഡെബിറ്റ് ചെയ്യണം. കുറഞ്ഞാൽ ഡെബിറ്റ്, കൂടിയാൽ ക്രെഡിറ്റ്. ഒരു ഉദാഹരണം നോക്കുക. ഞാൻ എന്താക്കി, ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവന്നു. ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ബിസിനസ്സിൻ്റെ ഭാഗത്തു നിന്നാണ് സംസാരിക്കുക, മുതലാളിൻ്റെ ഭാഗത്തു നിന്നല്ല. ബിസിനസ്സിലേക്ക് 10 ലക്ഷം കിട്ടി. അതോടൊപ്പം ബിസിനസ്സിന് 10 ലക്ഷം എന്തായി, മുതലാളിക്ക് കൊടുക്കാനുമായി. മുതലാളിക്ക് കൊടുക്കാനായി എന്ന് പറഞ്ഞാൽ ബാധ്യതയായി. അപ്പോൾ ഇവിടെ നോക്ക്, ഒരു അസറ്റും കൂടി ഒരു ബാധ്യതയും ഇവിടെ കൂടിയില്ലേ. ഒരു അസറ്റും കൂടി ബാധ്യതയും കൂടി. അസറ്റ് കൂടുമ്പോൾ എവിടെ എഴുതണം, നമ്മൾ പറഞ്ഞത് ഡെബിറ്റ് ഭാഗത്ത്. ഇവിടെ കൂടിയ അസറ്റ് ഏതാ, ക്യാഷാണ്.
ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 2. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 2. ഇനി ഇവിടെ കൂടിയത് എന്താ? ബാധ്യതയാണ്. ബാധ്യത എന്ന് പറഞ്ഞാൽ ലാബിലിറ്റി കൂടുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ഭാഗത്ത്. അപ്പോൾ നമ്മൾ താഴെ ഭാഗത്ത് എന്ത് ചെയ്തു? ക്യാപിറ്റൽ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. ക്ലിയർ ആണോ? ഇനി ഈ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മുതലാളി സാധനങ്ങളോ പൈസയോ ബിസിനസ്സിൽ നിന്ന് തിരിച്ചെടുക്കുന്ന പരിപാടിക്കാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡ്രോയിങ്സ് എന്ന് പറയാം. ക്യാപിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡ്രോയിങ്സ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പൈസ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ പൈസ തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണം പരിപാടിക്കാണ്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ഏത് ഭാഗത്താണ്? ക്രെഡിറ്റ് ഭാഗത്തല്ലേ. എന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ സാധനം വരിക. ഓക്കെ, അപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ പരിപാടി എന്താ? ലാബിലിറ്റിനെ കുറക്കുന്ന പരിപാടിയാണെന്ത്? ഡ്രോയിങ്സ് എന്ന് പറഞ്ഞത്. ലാബിലിറ്റിയെ കുറക്കുന്ന പരിപാടി. 10 ലക്ഷം ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു, 10,000 ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. അതിൽ 2,000 എന്താക്കി? മുതലാളി തിരിച്ചെടുത്തു. അപ്പോൾ ഇനി 8,000 ലാബിലിറ്റി ഉള്ളൂ. അപ്പോൾ ലാബിലിറ്റി കുറക്കുന്ന ഈ പരിപാടിക്കാണ് നമ്മൾ എന്തെന്ന് പറയാം? ഡ്രോയിങ്സ് എന്ന് പറയാം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ലാബിലിറ്റി കുറയുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞത്? ലാബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറയുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ഉണ്ടാകുക? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 2. ഡ്രോയിങ്സിലൂടെ ബിസിനസ്സിന് എന്താ നഷ്ടമാവുന്നത്? മുതലാളി ബിസിനസ്സിന് നിന്ന് പൈസ എടുക്കുന്ന സമയത്ത് ബിസിനസ്സിന് ബാധ്യതയും കുറയുന്നുണ്ട്, അതോടൊപ്പം പൈസ എന്താവുന്നുണ്ട്? കുറയുന്നുണ്ട്. പൈസ എന്ന് പറഞ്ഞാൽ അസറ്റാണ്. അസറ്റ് കുറയുമ്പോൾ ഏത് ഭാഗത്ത് ചെയ്താണ് നമ്മൾ പഠിച്ചത്? ക്രെഡിറ്റ് ഭാഗത്ത്. അപ്പോൾ അതവിടെ ക്യാഷ്. ഇങ്ങനെ ഓരോ സാധനം ജസ്റ്റ് ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളാണ് ഈ ജേണൽ എൻട്രി എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് പോവാം. ഇതിൻ്റെ ഇൻട്രോ ഡേറ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചതാണ് കേട്ടോ. നോക്കാം, 3ാമത്തെ ചാപ്റ്റർ നോക്കാം. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ്റെ റെക്കോർഡിങ് നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഡാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു തോമസ് അക്കൗണ്ട്. ഡാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു തോമസ് ആൻഡ് കമ്പനി അക്കൗണ്ട് ഡെപ്റ്റർ. ഇവിടെ നരേഷനിൽ കൊടുത്തിട്ടുള്ളത് പർച്ചേസ്ഡ് മെഷീനറി ഫ്രം തോമസിൻ്റെ നിന്ന് മെഷീനറി വാങ്ങിയത്. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ ഈ സാധനം വാങ്ങുന്ന സമയത്തും വിൽക്കുന്ന സമയത്തും പേര്, ക്യാഷ്, ക്രെഡിറ്റ് ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്. അത് നിങ്ങളെപ്പോഴും പഠിച്ചു വെക്കൽ അത്യാവശ്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയാണ്, പർച്ചേസ്ഡ് ഫോർ ക്യാഷ് എന്ന് പറഞ്ഞാൽ അത് ക്യാഷിനാണ്. അതല്ലെങ്കിൽ പർച്ചേസ്ഡ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാലും അത് ക്യാഷിനാണ്. അതല്ലെങ്കിൽ പർച്ചേസ്ഡ് ഫോർ ക്യാഷ് ഫ്രം മുഹമ്മദ്, പേരും പറഞ്ഞ് എന്നാലും അതെന്താണ്? ക്യാഷിനാണ്. ഈ 3 സാധനം എന്താണ്? ക്യാഷിനാണ്. ഓക്കെ, ഇനി ഇങ്ങനെ പറഞ്ഞു പർച്ചേസ്ഡ് ഫോർ ക്രെഡിറ്റ്, അത് കടത്തിനാണ്. അതല്ലെങ്കിൽ പറഞ്ഞു പർച്ചേസ്ഡ് ഫ്രം ഇസ്മായിലിൻ്റെ നിന്ന് സാധനം വാങ്ങി. ഇവിടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ പേരും ഉണ്ട്, ക്യാഷും ഉണ്ട്. ഇവിടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ അത് ക്രെഡിറ്റിനാണ്. ഇനി ഇങ്ങനെ പറഞ്ഞു ഫ്രം ഇസ്മായിൽ ഫോർ ക്രെഡിറ്റ്, അങ്ങനെ പറഞ്ഞാൽ എന്താണ്? കടത്തിനാണ്. അപ്പോൾ ഈ 3 സാധനം എന്താണ്? കടത്തിനാണ്. ഈ 3 സാധനം എന്താണ്? ക്യാഷിനാണ്. ഒന്നും പറഞ്ഞില്ലെങ്കിൽ ക്യാഷ്. പേര് ക്യാഷ് എന്ന് പറഞ്ഞാലും ക്യാഷ് എന്ന് മാത്രം പറഞ്ഞാലും ക്യാഷ്. ഓക്കെ, ഇനി മറ്റേതിലോ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ കടത്തിന്, പേര് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാലും കടത്തിന്, പേര് മാത്രം പറഞ്ഞാലും എന്ത്? കടത്തിന്. അപ്പോൾ ആ 3 സാധനം എന്താക്കും? എല്ലാവരും മനസ്സിലാക്കി വെക്കണം കേട്ടോ. നോക്കാം, ചാപ്റ്റർ 3 നോക്കാം. ഡാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു തോമസ്. പർച്ചേസ്ഡ് മെഷീനറി ഫ്രം തോമസിൻ്റെ നിന്ന് മെഷീനറി വാങ്ങി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, തോമസിൻ്റെ നിന്ന് മെഷീനറി, ഇവിടെ പേര് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? കടത്തിനാണെന്ന് മനസ്സിലായി. കടത്തിന് മനസ്സിലായതുകൊണ്ട് കടത്തിനാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി അത്രയും പൈസ നമ്മൾ അയാൾക്ക് കൊടുക്കാണ്ട്, അപ്പോൾ ഒരു ബാധ്യത അവിടെ കൂടിയില്ലേ? ബാധ്യത കൂടിയതുകൊണ്ട് നമ്മൾ പഠിച്ചത് എന്താ? ലാബിലിറ്റി കൂടിയാൽ എവിടെ എഴുതണം? ക്രെഡിറ്റിൽ എഴുതണം. ഇവിടെ കണ്ടോ, തോമസ് ക്രെഡിറ്റാണ് ചെയ്തത്. പക്ഷേ നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇവിടെ ഫില്ല് ചെയ്യേണ്ട സംഭവം ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ വാങ്ങിയത് മെഷീനറിയാണ്. മെഷീനറി വാങ്ങുമ്പം ഫിക്സഡ് അസറ്റാണ്. ഫിക്സഡ് അസറ്റ് വാങ്ങിയാൽ
അവിടെ ഫിക്സഡ് അസറ്റ് തന്നെ എന്താക്കണം, എഴുതി ചേർക്കണം. ഗുഡ്സ് ആണെങ്കിൽ നമുക്ക് പർച്ചേസ് എന്ന് എഴുതിയിരുന്നു. പക്ഷേ ഫിക്സഡ് അസറ്റ് ആയതുകൊണ്ട് ഇവിടെ എന്ത് രേഖപ്പെടുത്തണം, മെഷീനറി തന്നെ എന്താക്കണം, രേഖപ്പെടുത്തണം. ഈ ഫർണിച്ചർ ആണെങ്കിൽ ഫർണിച്ചർ എന്ന് രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പം അവിടെ ഉത്തരം വരും എങ്ങനെയാണ്, മെഷീനറി അക്കൗണ്ട് അപ് ടു തോമസ് അക്കൗണ്ട്. അടുത്ത ചോദ്യം, എ ഫർണിച്ചർ മെർച്ചൻറ്റ് യൂസ്ഡ് 2 ചെയർ ഫോർ ഹിസ് ഓഫീസ് യൂസ് വിച്ച് വാസ് ക്രെഡിറ്റഡ് ഇൻ. ഒരു ഫർണിച്ചർ കടക്കാരൻ എന്താക്കിയെന്നോ 2 ചെയർ ഓഫീസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്താക്കി ഉപയോഗിച്ചു. അത് ഏതിലേക്കാണ് എന്താവുക, ക്രെഡിറ്റ് ചെയ്യാൻ. പർച്ചേസ് അക്കൗണ്ട്, ഫർണിച്ചർ അക്കൗണ്ട്, ഓഫീസ് ഫർണിച്ചർ അക്കൗണ്ട്, ഡ്രോയിങ് അക്കൗണ്ട്. അത് ഏതാണെന്ന് എനിക്ക് നോക്കണം കേട്ടോ, കൺഫ്യൂഷൻ വന്ന് ചോദ്യം കണ്ടപ്പോൾ. അടുത്ത ചോദ്യം, ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ജേണൽ. ജേണലിൽ നമ്മൾ ഇടപാടുകളുണ്ടല്ലോ, ചില സംഭവം എന്ന് വെച്ചാൽ കച്ചവടം നടക്കുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനമാണ് ഈ ജേണൽ എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, അപ്പോൾ ആ ജേണൽ ചെയ്യുന്ന പരിപാടിക്ക് പറയുന്ന പേര്, ജേണൽ ഉണ്ടാക്കുന്ന പരിപാടിക്ക് പറയുന്ന പേര് ജേണലൈസിങ് എന്നാണ്. അതേസമയം അതിൻ്റെ തൊട്ടപ്പുറത്തെ സ്റ്റേജാണ് അത് ലെഡ്ജർ എന്ന് പറഞ്ഞ സാധനം. ജേണലിൽ കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേജ് ലെഡ്ജറാണ്. ലെഡ്ജർ ഉണ്ടാക്കുന്ന പരിപാടിക്ക് ജേണലിൽ നിന്നാണ് ലെഡ്ജറിലേക്ക് സാധനം ഉണ്ടാക്കുക. ആ ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ പേര് പോസ്റ്റിംഗ് എന്നാണ്. ഓക്കെ, അപ്പം ഇവിടെ പ്രോസസ് ഓഫ് ജേണലാണ്, അതിന് നമ്മളെന്താ പറയുക, ജേണലൈസിങ് എന്നാണ് പറയാം കേട്ടോ. ദ ബുക്ക് ഒരു ബുക്ക് ഇൻ വിച്ച് ഓൾ അക്കൗണ്ട്സ് ആർ മെയിൻറ്റൈൻഡ്. ഒരു ബുക്കിൽ നമ്മൾ എന്താക്കുന്നു, അതിൻ്റെ എല്ലാ അക്കൗണ്ടുകളും നമ്മൾ ആ ബുക്കിലാണ് രേഖപ്പെടുത്തുക. അതായത് ലെഡ്ജറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണ്, അതായത് നമ്മളിങ്ങനെ ഓരോരുത്തർ വാങ്ങിയ സാധനം കൊടുത്ത സാധനമൊക്കെ എന്താക്കി നമ്മളിങ്ങനെ രേഖപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ഓരോ സാധനത്തിനും സെപ്പറേറ്റ് നമ്മൾ ബുക്ക് ഉണ്ടാക്കും. ഇതാണ് ലെഡ്ജർ എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, ഇപ്പം നമ്മളെ കടയിൽ സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങാൻ കൊടുക്കുന്നതും ചെയ്യുന്ന ഒരാളാണ് ഇസ്മായിൽ എന്ന് പറഞ്ഞ ആൾ. അപ്പം നമ്മൾ എന്താക്കുകയാണ്, ഇസ്മായിൽ എന്ന് പറഞ്ഞിട്ട് ബുക്ക് ഉണ്ടാക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഇസ്മായിലിൻ്റെ ബുക്കിൽ അവനുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും എന്താവും, നമ്മൾ അതിലാണ് മെയിൻറ്റെയിൻ ചെയ്യുക. അതിനെന്താ പറയാം, ലെഡ്ജർ. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ ദ അക്കൗണ്ട്സ് ഡെബിറ്റഡ് ഓർ ക്രെഡിറ്റഡ് ഇൻ ജേണൽ ഓർ ഡേ ബുക്ക്. ജേണലിൽ നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്ത എല്ലാ സാധനങ്ങളും നമ്മൾ രേഖപ്പെടുത്തും. അതിൻ്റെ ഒരു കളക്ഷനാണെന്ത്, ലെഡ്ജർ. ഇപ്പോൾ പറഞ്ഞ അതേ സാധനം. അടുത്ത ചോദ്യം, ദ പ്രോസസ് ഓഫ് എൻ്ററിങ് ട്രാൻസാക്ഷൻ ഇൻ ജേണൽ. ജേണലിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന പരിപാടിക്ക് പറയുന്ന പേരെന്താണ്, തൊട്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ജേണലൈസിങ് ആണ്. ഓക്കെ, ദ പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ട് ഈസ്. അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രിൻസിപ്പൽ ബുക്ക്, പ്രധാനപ്പെട്ട ഒരു ബുക്ക്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ബുക്ക് എന്ന് പറയുന്നപ്പെടുന്നത് എന്തിനാണ്, ജേണലിനെയാണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്. താഴെ കൊടുത്തതിൽ കറക്റ്റ് ഏതാണ് എന്ന് പറയാനാണ് പറഞ്ഞത്. ഇത് നമ്മൾ ഈ ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അസറ്റ് സമം ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നാണ്. അസറ്റ് സമം ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നല്ലേ നമ്മൾ പഠിച്ചത് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ താഴെ കൊടുത്തതിൽ ശരി ഏതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞത്. ഇവിടെ കറക്റ്റ് എന്തായിട്ടില്ല, നമ്മൾ പഠിച്ച രൂപത്തിൽ ഡയറക്റ്റ് ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അതിനെങ്ങനെ കണ്ടെത്താൻ നോക്കുക, ചെറിയൊരു നാക്ക് മതി. നമ്മളിവിടെ അസറ്റിന് 10 കൊടുക്കുക, ലയബിലിറ്റിക്ക് നമ്മൾ 5 കൊടുക്കുക, ക്യാപിറ്റൽ നമ്മൾ 5 കൊടുക്കുക. ഓക്കെ, ഇനി ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ എന്താക്കിയാൽ മതി, മാറ്റി കൊടുത്തിട്ട് എവിടെയെങ്കിലും തെറ്റുന്നുണ്ടോ നോക്കിയാൽ മതി. ലയബിലിറ്റിക്ക് നമ്മൾ എത്ര കൊടുത്തത്, 5. അസറ്റിന് എത്ര കൊടുത്തത്, 10. ക്യാപിറ്റലിന് എത്ര കൊടുത്തത്, 5. അപ്പോൾ 10 - 5 = 5. അത് ശരിയാണ്, ബാക്കിയുള്ളതും കൂടെ നോക്കിയിട്ട് പറയാം കേട്ടോ. അടുത്തത് അസറ്റിന് നമ്മൾ എത്ര കൊടുത്തത്, 10 അല്ലേ. അസറ്റിന് 10, ലയബിലിറ്റീസിന് 5, ക്യാപിറ്റലിന് 5. 5 നിന്ന് 5 കുറച്ചാൽ 10 ആണോ, അല്ല. അപ്പം ഇത് തെറ്റാന്ന് മനസ്സിലായി. അടുത്തത് ക്യാപിറ്റൽ നമ്മൾ എത്ര കൊടുത്തത്, 5 ആണ്. അസറ്റിന് നമ്മൾ എത്ര കൊടുത്തത്, 10, ലയബിലിറ്റി നമ്മൾ കൊടുത്ത് 5. അപ്പോൾ 10 5 എത്ര, 15 ആണ്, തെറ്റാണ്. അടുത്തത് ക്യാപിറ്റൽ സമം ലയബിലിറ്റീസ് മൈനസ് അസറ്റ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എത്ര കൊടുത്തത്, നമ്മൾ 5. ലയബിലിറ്റിക്ക് എത്ര കൊടുത്തത്, അതും 5. അസറ്റിന് എത്ര കൊടുത്തത്, 10. 5 നിന്ന് 10 കൊടുത്താൽ 5 ആണ്, അല്ല. അപ്പം ശരി ഏതാണ്, ഒന്നാമത്തെ സാധനമാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്താക്കിയാൽ മതി, ഈ സാധനം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്പറിലേക്ക് മാറ്റിയിട്ട് എന്താക്കിയാൽ മതി, ഒന്ന് കൊടുത്താൽ മതി. സിമ്പിളായിട്ട് എന്താക്കും, ആ മാർക്ക് കിട്ടും. ഇനി നോക്കാം, അടുത്തത് ട്രാൻസാക്ഷൻ. എന്തൊക്കെയാണ് ബിസിനസ്സിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നല്ല, എങ്ങനെയൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് കൊടുത്തായിട്ട് സാധനം വാങ്ങി.
അപ്പോൾ ക്യാഷ് കൊടുത്തിട്ട് സാധനം വാങ്ങുന്ന സമയത്ത് ഈ ക്യാഷ് കൊടുത്തിട്ട് സാധനം വാങ്ങുമ്പോൾ ക്യാഷ് നമ്മളെ കൈയിൽ നിന്ന് പോയി ഇല്ലേ, ക്യാഷ് നമ്മളെ കൈയിൽ നിന്ന് പോയി. അപ്പോൾ എന്തായി, അസറ്റ് ഡിക്രീസ്, അതാണ് ഇവിടെ കൊടുത്തത്, ഡിക്രീസ് ഇൻ അസറ്റ്. പർച്ചേസ്ഡ് ഗുഡ്സ്, സാധനം വാങ്ങി, അപ്പോൾ സാധനം എന്താക്കി നമ്മളെ കയ്യിൽ കൂടി, അപ്പോൾ ഒരു അസറ്റ് കൂടി ഒരു അസറ്റ് കുറഞ്ഞ്. അപ്പോൾ ഡിക്രീസ് ഇൻ അസറ്റ്, ഡിക്രീസ് ഇൻ ഇൻക്രീസ് ഇൻ അസറ്റ്, ഡിക്രീസ് ഇൻ അസറ്റ്. അടുത്ത് നോക്കാം, ബ്രോട്ട് ഫർണിച്ചർ ഓൺ ക്രെഡിറ്റ്, കടത്തിന് സാധനം വാങ്ങി. കടത്തിന് സാധനം വാങ്ങുമ്പം എന്താ സംഭവിക്കുന്നത്, ബാധ്യത കൂടുന്നുണ്ട്, സാധനം കൂടുന്നുണ്ട്. ഫർണിച്ചർ നമ്മളത് കൂടി, അതോടൊപ്പം എന്തായി ബാധ്യതയും കൂടി, കടത്തിനല്ലേ വാങ്ങിയത്. അപ്പം ഇവിടെ ഇൻക്രീസ് ഇൻ ലയബിലിറ്റി, ഇൻക്രീസ് ഇൻ അസറ്റ്, അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ഫിക്സഡ് അസറ്റ്. അടുത്ത സാധനം ബാങ്ക് ലോൺ റീപെയ്ഡ്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു, ആ പൈസ എന്താക്കി തിരിച്ചടച്ചു എന്നാണ് പറഞ്ഞത്. ബാങ്കിലത്തെ ലോൺ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. അപ്പോൾ തിരിച്ചടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ആ ബാധ്യത ഇല്ലാണ്ടാവും. അപ്പം ഡിക്രീസ് ഇൻ ലയബിലിറ്റി, ബാധ്യത കുറഞ്ഞ്, ഡിക്രീസ് ഇൻ ലയബിലിറ്റി. അതോടൊപ്പം തിരിച്ചടക്കുന്ന സമയത്ത് നമ്മൾ കൈയിൽ നിന്ന് എന്താ പോകുന്നത്, ക്യാഷ്. അപ്പോൾ എന്തായി, ഡിക്രീസ് ഇൻ അസറ്റ്, ഡിക്രീസ് ഇൻ ലയബിലിറ്റി. ഓക്കെ, 2 മാർക്ക് സിമ്പിളായി കിട്ടും കേട്ടോ. അടുത്ത് പാസ് ജേണൽ എൻട്രീസ് ഫോർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ, താഴെ കൊടുത്തതിൽ നിന്ന് പിന്നെ ജേണൽ എൻട്രി രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഗുഡ്സ് കോസ്റ്റിംഗ് RS 5,000 ടേക്കൺ അവേ ഫ്രം ദ ബിസിനസ് ബൈ പ്രൊപ്പറേറ്റർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ 5,000 റുപ്യേൻ്റെ സാധനം തിരിച്ചെടുത്തു എന്നാണ് പറഞ്ഞത്. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് 5,000 റുപ്യേൻ്റെ സാധനം തിരിച്ചെടുത്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണ ഇവിടെ വരുന്നത് ഒരു 2-3 ജേണൽ എൻട്രി ഉണ്ട്, അതിപ്പോൾ തന്നെ അങ്ങോട്ട് പഠിച്ച് വെച്ചാൽ മതി. ഒന്ന് നമ്മളോട് പറയണം ഇങ്ങനെ സാധനം എടുത്തു. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൈസ തിരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവമാണ് ജേണൽ എൻട്രി ഇങ്ങനെയാണ് വരിക, ഡ്രോയിങ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്, ഡ്രോയിങ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്, ഇങ്ങനെയാണ് ജേണൽ എൻട്രി വരിക. പൈസ തിരിച്ചെടുക്കുകയാണെങ്കിൽ, അത് വസ്തുവാണെങ്കിൽ ഈ ക്യാഷ് എന്ന് മാറ്റിയിട്ട് ഇവിടെ പർച്ചേസ് എന്ന് കൊടുത്താൽ മതി. ക്യാഷ് എന്നുള്ള അവിടെ മാറ്റിയിട്ട് എന്താക്കുക, പർച്ചേസ് എന്ന് കൊടുക്കുക. ഇനി നിങ്ങളോട് ചോദിക്കും, ചാരിറ്റിക്കും വേണ്ടി 5,000 കൊടുത്തു എന്ന്, പേഴ്സണൽ ആവശ്യത്തിനല്ല, ചാരിറ്റിക്കും വേണ്ടി, അതായത് റിലീഫിന് വേണ്ടി എന്താക്കി 5,000 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താക്കിയാൽ മതി, നമ്മുടെ ഡ്രോയിങ് എന്ന് മാറ്റിയിട്ട് ഇവിടെ ചാരിറ്റി എന്നാക്കി കൊടുത്താൽ മതി. ചാരിറ്റി അക്കൗണ്ട് അപ്റ്റർ ടു പർച്ചേസ്. ഓക്കെ, അപ്പോൾ സാധനങ്ങൾ പോവുകയാണെങ്കിൽ അതിന് നമ്മൾ പർച്ചേസ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ജേണൽ എൻട്രി. നോക്കുക, സ്വന്തം ആവശ്യത്തിന് വേണ്ടി എടുത്തതായതുകൊണ്ട് എന്താ വരിക, ഡ്രോയിങ് അക്കൗണ്ട് അപ്റ്റർ ടു പർച്ചേസ് എന്നാണ് വരിക. ഇനി കംപ്ലീറ്റ് ദ ടേബിൾ ആസ് പെർ ഹിൻഡ്, സൂചനയ്ക്കനുസരിച്ച് പൂർത്തിയാക്കാനാണ് പറഞ്ഞത്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പം ഡെബിറ്റ്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ സാധനം. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പം നമ്മളെന്താ, അസറ്റ് എക്സ്പെൻസ് ഒരു സെറ്റ് ആണല്ലോ, പിന്നെ ലയബിലിറ്റി ഇൻകം ഒരു സെറ്റ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ്, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോഴും തന്നെയാണ് ഡെബിറ്റ് തന്നെയാണ്, ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പം ക്രെഡിറ്റ്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞത് ജേണൽ എൻട്രി പൂർത്തിയാക്കാനാണ് പറഞ്ഞത്. ജേണൽ എൻട്രി പൂർത്തിയാക്കാൻ ഇതിൽ ഒന്നുകിൽ നരേഷൻ നോക്കുക, അതല്ലെങ്കിൽ എന്താക്കുക, മറ്റേ രണ്ടും നോക്കിയിട്ട് ഡെബിറ്റും ക്രെഡിറ്റും നോക്കിയിട്ട് നരേഷൻ കംപ്ലീറ്റ് ആക്കുക. ഇതാണ് നമ്മൾ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞത്. നോക്കട്ടോ, ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ 2, ഇവിടെ എന്താ, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് കൊണ്ടുവന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. ക്യാഷ് കൊണ്ടുവന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ക്യാഷ് എന്നുള്ള അസറ്റും കൂടി, അതോടൊപ്പം ഇവിടെ ബാധ്യതയാണ് കൂടുന്നത്. മുതലാളി കൊണ്ടുവരുന്ന ക്യാഷ് നമ്മൾ പറയുന്ന പേരെന്താ, ക്യാപിറ്റൽ എന്നാണ്. ഓക്കെ, അടുത്ത് നോക്കുക, പെയ്ഡ് റെൻറ്റ് എന്നാണ്. പെയ്ഡ് റെൻറ്റ് അടച്ചു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ പെയ്ഡ് എന്നുള്ള എന്താണ്, ഒരു എക്സ്പെൻസ് അല്ലേ. റെൻറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു എക്സ്പെൻസാണ്. ഈ എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താക്കുന്നു, ഇവിടെ മേലെ റെൻറ്റ് എന്ന് എഴുതണം. ആ റെൻ്റ് അടക്കുന്ന സമയത്ത് നമ്മൾ കൈയിൽ നിന്ന് പോകുന്ന സാധനം എന്താ, ക്യാഷ് എന്നുള്ള എന്താണ്, ഒരു അസറ്റാണ്. അസറ്റ് കുറയുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്, ക്രെഡിറ്റ് അല്ലേ. ഇവിടെ റെൻ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്. ക്ലിയർ ആണോ? അടുത്ത് നോക്കുക, ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ്. ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ്, ക്യാഷ് കൂടി, കാരണം ഡെബിറ്റ് ഭാഗത്താണ് ക്യാഷ് വന്നത്, അതിൻ്റെ അർത്ഥം ക്യാഷ് കൂടി എന്നാണ്. ടു സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ, കച്ചവടം നടന്നു. സെയിൽസ് എന്ന് പറഞ്ഞാൽ കച്ചവടം എന്നല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ക്യാഷ് സെയിൽസ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഓക്കെ, അടുത്ത ചോദ്യം, പാസ് ജേണൽ എൻട്രീസ് ഫോർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ. താഴെ കാണുന്നതിന് എന്താക്കുക, ജേണൽ എൻട്രി ചെയ്താനാണ് പറഞ്ഞത്. ഗുഡ്സ് ടേക്കൺ ബൈ ദ പ്രൊപ്പറേറ്റർ ഫോർ പേഴ്സണൽ യൂസ്, സ്വന്തമായിട്ടൊന്ന് ചെയ്തിട്ടോ, കുറച്ച് മുമ്പ് നമ്മൾ ചെയ്തതാണ്. വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, രണ്ട് ടൈപ്പ് യൂസ് ഉണ്ട്.
ഒന്ന് ഓഫീസ് യൂസ്, അതല്ലെങ്കിൽ ബിസിനസ് യൂസ്. ഇങ്ങനെ പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓഫീസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടെന്ന ഈ പൈസ എന്താവില്ല, ബിസിനസ്സിൻ്റെ പുറത്തോട്ട് പോകില്ല. ഓക്കെ. അതേസമയം നിങ്ങളോട് പറയാണ് പേഴ്സണൽ യൂസ് അതല്ലെങ്കിൽ ഡൊമസ്റ്റിക് യൂസ്, അതല്ലെങ്കിൽ പേഴ്സണൽ യൂസ്. ഇങ്ങനെ പറഞ്ഞാൽ ആ ബിസിനസ്സിൽ നിന്ന് പൈസ എന്താവും, പുറത്തോട്ട് പോകും. ഇത് രണ്ടും വരുന്ന സമയത്ത് ഇത് വരുന്ന സമയത്ത് ജേണൽ എൻട്രിയിൽ ഡ്രോയിങ്സ് എന്നുണ്ടാവും. പേഴ്സണൽ യൂസോ അതല്ലെങ്കിൽ ഡൊമസ്റ്റിക് യൂസോ ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഡ്രോയിങ്സ് എന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ കണ്ടങ്ങൾ, ഇവിടെ വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് എന്താവുകയാണ്, ബാങ്കിൽ നിന്ന് ക്യാഷ് എടുക്കുകയാണ് ബിസിനസ്സിലേക്ക്. നമ്മൾ കുറച്ച് പൈസ എന്തായി ബാങ്കിൽ കൊണ്ടുപോയിട്ടീനു, ആ പൈസ നമ്മൾ തിരിച്ചും കടന്നാക്കി ബിസിനസ്സിലേക്ക് തന്നെ കൊണ്ടുവന്നു. ഓക്കെ. അപ്പോൾ ബാങ്കിൽ പൈസ ഇടുന്ന സമയത്ത് ജേണൽ എൻട്രി എന്താ ഉണ്ടാവുക, ബാങ്കിലേക്ക് നമ്മൾ പൈസ ഇടുകയാണ്, നമ്മളെ കയ്യിലുള്ള പൈസ കുറയുന്നു. അപ്പോൾ ടു ക്യാഷ്, കുറഞ്ഞ അസറ്റ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ബാങ്കിൽ നമ്മൾ അസറ്റ് കൂടി, അവിടെ എന്താക്കി നമ്മൾ ബാങ്ക് അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്നാണ് വരിക. ഇനി പൈസ തിരിച്ചെടുക്കുമ്പോഴോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മളെ കൈമേലുള്ള ക്യാഷ് കൂടും. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക്. ഓക്കെ. അടുത്ത ചോദ്യം, ഫിൽ ദ ടേബിൾ. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പം ഡെബിറ്റ്. ഇനി ക്യാപിറ്റൽ എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്തത്, ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യും എപ്പോൾ, ഇവിടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്താണ്. ക്യാപിറ്റൽ ഇൻക്രീസ് അല്ലേ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ലാബിലിറ്റി അല്ലേ, ലാബിലിറ്റി കൂടുമ്പോഴാണ് എന്താ വേണ്ടത്, ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അടുത്ത എക്സ്പെൻസ് ഡിക്രീസ് ചെയ്യുമ്പോൾ, നമ്മൾ പറഞ്ഞ അസറ്റും എക്സ്പെൻസും ഒരേമായിരുന്നല്ലേ പറഞ്ഞത്. അസറ്റ് കൂടുമ്പം ഡെബിറ്റ്, അപ്പോൾ എക്സ്പെൻസ് കൂടുമ്പോഴും ഡെബിറ്റ്, അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ്, അപ്പോൾ എക്സ്പെൻസ് കുറയുമ്പോൾ എന്ത് ഇവിടെ ക്രെഡിറ്റ്. അടുത്തത് ഇൻകം ലാബിലിറ്റി ഒറ്റ സെറ്റല്ലേ, ലാബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ്, അതേമാതിരി തന്നെ ഇൻകം കൂടുമ്പോൾ എന്തായിരിക്കും, ഇൻക്രീസ് ആണ് ഇവിടെ വരിക. ഇനി ലാബിലിറ്റി ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ്. കുറച്ചിരുന്ന് ആലോചിച്ചാൽ മതി കേട്ടോ, സിമ്പിൾ പരിപാടിയാണ്. 4 മാർക്ക്, എത്ര മാർക്ക് അതിനുള്ളത്, 2 മാർക്ക്, വളരെ സിമ്പിളാണ്. ഓക്കെ. അടുത്തത് കുറച്ച് വലിപ്പമുണ്ട് കേട്ടോ. നോക്കുക, ഗിവ് ജേണൽ എൻട്രി ഫോർ ദ ഗിവൺ ട്രാൻസാക്ഷൻ ഓഫ് അരുൺ ലിമിറ്റഡ് ലൊക്കേറ്റഡ് ഇൻ പാലക്കാട്. ഇവിടെ ഈ പാലക്കാട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. പിന്നെ നമ്മളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി, 3 കോമ്പണൻസ് ഓഫ് ജി എസ് ടിൻ്റെ ഒരു 3 കോമ്പണൻസ്, 3 ഘടകങ്ങളുണ്ട്. ഒന്ന് CGST, ഒന്ന് IGST, പിന്നെ ഒന്ന് SGST. ഇങ്ങനെ 3 സാധനമുള്ളത്. അതിൽ 2 സ്റ്റേറ്റുകൾക്ക് ഇടയിൽ നടക്കുകയാണെങ്കിൽ അതിന് നമ്മൾ IGST എന്നാണ് പറയുക. ഓക്കെ, ഇൻ്റഗ്രേറ്റഡ്. ഇനി CGST എന്ന് പറഞ്ഞാൽ എന്താ, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. SGST സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഇടയിൽ, സംസ്ഥാനങ്ങൾക്ക് ഇടയിൽ നടക്കുകയാണെങ്കിൽ, സംസ്ഥാനത്തിൻ്റെ ഉള്ളിൽ നടക്കുകയാണെങ്കിൽ അവിടെ CGST SGST ആണ് വരിക. പിന്നെ സംസ്ഥാനങ്ങൾക്ക് അവർ തമ്മിൽ നടക്കുകയാണെങ്കിൽ അവിടെ IGST ആണ് വരിക. ഓക്കെ. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, 9% ടാക്സ് വരുന്നത്. നമ്മളോട് ജേണൽ എൻട്രി ചെയ്താനാണ് പറഞ്ഞിട്ടുള്ളത്. പർച്ചേസ്ഡ് മെഷീനറി 90,000 ഫ്രം കണ്ണൂരിൽ നിന്ന് എന്താക്കുക 90,000 രൂപേൻ്റെ സാധനം വാങ്ങിയെന്നാണ് പറഞ്ഞത്. സ്ഥാപനം സ്ഥിതി ചെയ്യുന്നവിടെയാണ് പാലക്കാടാണ്, സാധനം വാങ്ങുന്ന ഇവിടുന്നാണ്, കണ്ണൂരിൽ നിന്നാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ടാക്സ് കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഇൻപുട്ട് എന്നാണ് പറയുക. നമ്മൾ ടാക്സ് ഇങ്ങോട്ട് വാങ്ങുകയാണെങ്കിൽ അതിന് ഔട്ട്പുട്ട് എന്നാണ് പറയുക. നമ്മൾ ടാക്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ മീൻസ് ബിസിനസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബിസിനസ് അങ്ങോട്ട് ടാക്സ് കൊടുക്കുകയാണ് ചെയ്യുക. സെയിൽസ് ചെയ്യുന്ന സമയത്ത് ആളുകളിൽ നിന്ന് നമ്മൾ പിന്നെ ടാക്സ് ഇങ്ങോട്ട് വാങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ടാക്സ്, അതായത് ബിസിനസ് ടാക്സ് കൊടുക്കുമ്പോൾ അതിന് ഇൻപുട്ട് എന്ന് പറയും. ഓക്കെ. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെ വരിക നോക്കുക. ഇവിടെ ആദ്യം നമ്മൾ ഇതില്ലാതെ ഇതാണ്, GSTൻ്റെ കണക്കൊന്നും ഇല്ലാതെയാണ് നമ്മൾ ജേണൽ എൻട്രി ചെയ്യുന്നത്. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. എന്തുകൊണ്ട് ജേണൽ എൻട്രി ഇങ്ങനെ വരുന്നത്, പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്പെൻസാണ്. എക്സ്പെൻസ് കൂടുമ്പോൾ ഇവിടെ എഴുതണം, ഡെബിറ്റ് ഭാഗത്ത് എഴുതണം. ക്യാഷ് എന്താണ്, അസറ്റാണ്. ക്യാഷ് നമ്മളെ കൈമന്ന് പോയി, അതുകൊണ്ട് അത് ക്രെഡിറ്റ് ഭാഗത്ത് എഴുതണം. ഓക്കെ. ഇനി നിങ്ങൾ ഇതാ ഇവിടെ ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST പർച്ചേസിൻ്റെ കൂട്ടത്തിൽ എഴുതണം. ഓക്കെ. അത് കണക്ക് കൂട്ടുക. 90,000-ന് 9% എത്രയാണോ, ഇവിടെ 90,000 എഴുതുക, 9% എത്ര അത് ഇവിടെ എഴുതുക, 9% ഇവിടെ എഴുതുക. ഓക്കെ. ഇങ്ങോട്ട് ഇത് ഈ 90,000 പ്ലസ് ഇതും പ്ലസ് ഇതും കൂടെ കൂട്ടിയിട്ടാണ് നിങ്ങൾ എന്താക്കേണ്ടത്, ക്യാഷിൽ എമൗണ്ട് എഴുതേണ്ടത്. ഓക്കെ.
ഇനി ഇത് സെയിൽസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കാൻ നോക്കാം. സെയിൽസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്താ വരിക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്, ഇങ്ങനെയാണ് ജേണൽ എൻട്രി വരിക. ഇനി സെയിൽസിൻ്റെ കൂടെ ആണ് എന്താക്കേണ്ടത്? ടു CGST ടു SGST എന്നിട്ട് എന്താക്കുക? സെയിൽസിൻ്റെ എമൗണ്ട് പ്ലസ് ഇതിൻ്റെ എമൗണ്ട് പ്ലസ് ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടി എമൗണ്ടാണ് എന്താക്കേണ്ടത് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ പർച്ചേസിനും സെയിൽസിനും കൂടെയാണ് എന്തുണ്ടാവുക? ടാക്സ് ഉണ്ടാകുക എന്ന് മനസ്സിലാക്കുക. അതിൽ ഔട്ട്പുട്ട് CGST, ഇവിടെ ഔട്ട്പുട്ട് എന്നുണ്ടാകുക, ഇവിടെ ഇൻപുട്ട് എന്നുണ്ടാവുക. ഓക്കെ, പോവാണ്. ഇനി നമുക്ക് അടുത്തത് നമുക്ക് എഴുതാനുള്ളത് പിന്നെ ഒരു നമുക്ക് ഇനി ഈ പിന്നെ എന്താണ് ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് അടുത്ത കണക്ക് നമുക്ക് വരുന്നത്. നോക്കാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് നോക്കാം. ഒന്ന്, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഷോ ദ എഫക്റ്റ് ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ അസറ്റ് ലയബിലിറ്റീസ് ക്യാപിറ്റൽ ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് ഇക്വേഷൻ. അക്കൗണ്ടിങ് ഇക്വേഷൻ വെച്ചായിട്ട് സാധനം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതാ ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ എന്താക്കുകയാണ് ഇവിടെ ഇങ്ങനെ തയ്യാറാക്കാൻ കേട്ടോ. ഇത് അസറ്റിൻ്റെ സൈഡ്, ഇത് ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇവിടെ ഇങ്ങനെ സാധനം ഇങ്ങനെ എഴുതി കൊടുക്കണം കേട്ടോ. പെർട്ടിക്കുലർ ഈ സാധനം എന്താക്കണം, ഇവിടെ അങ്ങനെ എഴുതി കൊടുക്കണം, ഇവിടെ അങ്ങനെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ജസ്റ്റ് ഇവിടെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ രേഖപ്പെടുത്തണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ നോക്കി, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് കൊണ്ടുവന്നിട്ട് 1,50,000 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ക്യാഷ് എന്നുള്ള സാധനം ആവശ്യമുണ്ട്, ക്യാപിറ്റൽ എന്നുള്ള സാധനം ആവശ്യമുണ്ട്. ഓക്കെ, രണ്ടാമത് റെൻറ്റ് റിസീവ്ഡ് RS 5,000. റെൻറ്റിന് പ്രത്യേകിച്ച് എന്താക്കേണ്ട കോളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം റെൻറ്റിലൂടെ നമുക്ക് കിട്ടുന്ന സാധനം എന്താണ്? ഒന്ന് ക്യാഷാണ്. ഇതേ ക്യാഷ് തന്നെയാണ് നമ്മൾ ക്യാപിറ്റലിലേക്ക് എന്താക്കുക ആഡ് ചെയ്യുക, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അടുത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം രമ. രമൻ്റെ എന്താക്കിയെന്നോ കടത്തിന് സാധനം വാങ്ങിയെന്ന. രമ എന്ന് പറഞ്ഞ ആളിൽ നിന്ന് കടത്തിന് സാധനം വാങ്ങിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ കടത്തിന് സാധനം വാങ്ങുന്ന സമയത്ത് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ സാധനം എന്താക്കുന്നുണ്ട്, ഇവിടെ കൂടുന്നുണ്ട്. അപ്പോൾ എന്താ, അതൊരു ലയബിലിറ്റിയാണ്, ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഒരു കോളം എന്ത് വേണം, ഇവിടെ ക്രെഡിറ്റേഴ്സിൻ്റെ വേണം. പിന്നെ ഗുഡ്സ് സ്റ്റോക്ക് ഉണ്ടോ, അപ്പോൾ ആ സാധനം അവിടെ ആഡ് ചെയ്യണം. പിന്നെ ഒന്ന് പെയ്ഡ് ക്യാഷ് ഫോർ ഹൗസ് ഹോൾഡ് എക്സ്പെൻസ്. ഹൗസ് ഹോൾഡ് എക്സ്പെൻസിന് എന്താക്കി പൈസ കൊടുത്തു എന്ന്, അത് നമ്മൾ ക്യാഷൊന്നും കുറക്കുക, ക്യാപിറ്റലൊന്നും കുറക്കുക, അത്രയേ ഉള്ളൂ. അടുത്ത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പൈസക്ക് സാധനം വിറ്റു, അത് എന്താക്കിയാൽ മതി, ഗുഡ്സ് നിന്ന് കുറച്ചാൽ മതി, ക്യാഷിലേക്ക് എന്താക്കിയാൽ മതി, കൂട്ടിയാൽ മതി. ഓക്കെ, പിന്നെ ബാങ്കിലേക്ക് എന്താക്കി പൈസ ഇട്ടു. അപ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞാൽ വേറെ സാധനം എന്താക്കണം, ഇവിടെ കൂട്ടണം. സോറി, ബാങ്ക് ഇവിടെ അല്ല, ബാങ്ക് ഇവിടെയാണ് വേണ്ടത്. നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കണക്ക് ചെയ്യാം. ഒന്നാമത്തത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഇവിടെ നിങ്ങൾ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് ഇവിടെ എഴുതണം കേട്ടോ. ഇവിടെ എഴുതണം എത്ര, 1,50,000. 1,50,000 പ്ലസ് 0 പ്ലസ് 0 0 0 1,50,000. ഓക്കെ, ഇനി ഒന്നാമത്തേൽ എന്താക്കാലും ഇവിടെ ആഡ് ചെയ്യാൽ രണ്ടാമത്തും കൂടെ വരുമ്പോൾ എന്താവുള്ളൂ, ആഡ് ആവുള്ളൂ. റെൻറ്റ് റിസീവ്ഡ് RS 5,000. 5,000 എന്താക്കി റെൻറ്റ് സ്വീകരിച്ചു എന്നാണ് പറഞ്ഞത്. റെൻറ്റ് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, പൈസ സ്വീകരിക്കാനല്ലേ. അപ്പോൾ ഇവിടെ പ്ലസ് 5,000 0 0
0. ഈ 5000 നേരെ എന്താക്കണമെന്നോ ക്യാപിറ്റൽക്ക് കയറ്റി കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇനി എന്താക്കണം, ഇത് കൂട്ടണം. ഇവിടെ 1,55,000, ഇവിടെയും 1,55,000. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ സാധനം ഇതാണ്. ബാക്കിയൊക്കെ 0 ആണ് കേട്ടോ. വേറൊന്നും കൂട്ടാനില്ലാത്തതൊക്കെ 0 ഇട്ട് കൊടുക്കാം. അടുത്ത സാധനം പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം രമ. രമൻ്റെ നിന്ന് എന്താക്കി സാധനം വാങ്ങിയെന്നാണ് പറഞ്ഞത്. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം രമ. 2,000 റുപ്യക്ക് രമൻ്റെ നിന്ന് സാധനം വാങ്ങി. അപ്പോൾ 2,000 റുപ്യേൻ്റെ സാധനം ഇവിടെ കൂടുന്നുണ്ട്. ഇവിടെ എന്താക്കണം, രമ എന്ന് എഴുതി കൊടുക്കണം കേട്ടോ. 2,000 റുപ്യേൻ്റെ സാധനം ഇവിടെ കൂടുന്നുണ്ട്. 0 ആണ്, 0 ആണ്. ഓക്കെ, 2,000 എന്താക്കണം, ഇവിടെ എഴുതി കൊടുക്കണം. മനസ്സിലായല്ലോ? ഇവിടെ 2,000 എഴുതി കൊടുക്കണം. ക്രെഡിറ്റേഴ്സിൽ 2,000 നമ്മൾ എഴുതി കൊടുക്കണം. ഇനി ഈ ഭാഗം നോക്ക്, 1,57,000, ഇവിടെ 2ഉം ഇവിടെ 1,55,000. അപ്പോൾ ഇവിടെ 55 2ഉം 57,000, ഇവിടെ 57,000. അടുത്ത സാധനം പെയ്ഡ് ക്യാഷ് ഫോർ ഹൗസ് ഹോൾഡ് എക്സ്പെൻസ്. 4,000 റുപ്യക്ക് എന്താക്കി സാധനം വിറ്റു എന്നാണ് പറഞ്ഞത്. ഓക്കെ, 4,000 റുപ്യക്ക് സാധനം വിൽക്കുന്ന ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് ആണ്, ചിലവായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താക്കിയാൽ മതി, ഇവിടെ -4,000 ഇവിടെ കൂട്ടി കുറക്കുക. അതേമാതിരി തന്നെ ലാബിലിറ്റി നിന്ന് എന്താക്കുക, 4,000 അവിടെ കുറക്കുക. ഓക്കെ, എന്നിട്ട് കുറച്ചാൽ ഇവിടെ 4,000 കുറഞ്ഞിട്ടുണ്ടാവും, അപ്പുറത്ത് എന്തായിട്ടുണ്ടാവും, 4,000 കുറഞ്ഞിട്ടുണ്ടാവും. ഇനി അവസാനത്തെ സാധനം, ഇത് എപ്പോഴും കണക്കിൽ വരുന്ന ഒരു സാധനമാണ്. 8,000 റുപ്യേൻ്റെ സാധനം 10,000 റുപ്യക്ക് വിറ്റു, 10,000 റുപ്യേൻ്റെ സാധനം 13,000 റുപ്യക്ക് വിറ്റു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നോക്കുക, ഇവിടെ 13,000 റുപ്യക്കാണ് സാധനം വിറ്റത്. എത്ര റുപ്യേൻ്റെ സാധനം? 10,000 റുപ്യേൻ്റെ സാധനം. 10,000 റുപ്യേൻ്റെ സാധനം 13,000 റുപ്യക്ക് വിറ്റു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ ക്യാഷ് എത്രയാണ് കിട്ടുന്നത്? 13,000. ഇവിടെ നമ്മൾ 13,000 ഇതാണ്. 10,000 റുപ്യേൻ്റെ സാധനം എന്താണെന്നുള്ളൂ ഇവിടെ കുറയുന്നുള്ളൂ, മൈനസ് ഇവിടെ 10,000 എഴുതണം. ഓക്കെ, 13,000 റുപ്യ കിട്ടി, 10,000 റുപ്യ എന്നുള്ളൂ സാധനത്തിന് വില ഉള്ളൂ. ഇവിടെ 3,000 റുപ്യ എന്തുണ്ട്, ലാഭമുണ്ട്. ഈ ലാഭം നേരെ എന്താക്കണം, നിങ്ങൾ അവിടെ ക്യാപിറ്റലിലേക്ക് എന്താക്കണം, ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ബാങ്കിലേക്ക് ക്യാഷ് ഇട്ടുന്ന. ബാങ്കിലേക്ക് ക്യാഷ് ഇടുന്ന സമയത്ത് ഇതാ എത്രയാണോ ക്യാഷ്, -25,000. ക്യാഷിൽ നിന്ന് 25,000 എന്താക്കുക, മൈനസ് ചെയ്യുക. എന്നിട്ട് അത് നേരെ എന്താക്കുക, ഇവിടെ 25,000 കൊടുക്കുക. നേരെ എന്താക്കിയാൽ മതി, ഒരു 25,000 ഈ സൈഡിൽ 25,000 ഇവിടെ കുറഞ്ഞു, അപ്പുറത്ത് 25,000 കൂടി. അതുകൊണ്ട് എന്തില്ല, എഫക്റ്റിൽ യാതൊരു മാറ്റമില്ല. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് എന്താക്കൽ, ഇതുണ്ടാക്കൽ. സിമ്പിളാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. റൈറ്റ് ദ അക്കൗണ്ടിങ് ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് ഫിഗർ. ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ഫിഗർ രേഖപ്പെടുത്താനാണ് പറഞ്ഞത്. നമ്മൾ പോളിസി ഇങ്ങനെയാണ്, അസറ്റ് സമം ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അത് മറക്കരുത് കേട്ടോ. 80,000 അസറ്റ് ആണെങ്കിൽ 80,000 അസറ്റ് ഉണ്ട്, അപ്പോൾ 50,000 ലാബിലിറ്റി. അപ്പോൾ ഇതിൽ എത്ര കുറവുള്ളത്? 30,000. ഇവിടെ 30,000 ഉണ്ടാകുക, 30,000. 45,000 15,000 എത്ര? 60 അല്ലേ? 40 10 50 60. അപ്പോൾ ഇവിടെ എത്രയൊക്കെ ഉണ്ടാകുക? 60,000 ഉണ്ടാകുക. 60,000 അസറ്റ് ഉണ്ട്, 35,000 ക്യാപിറ്റലാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഉണ്ടാകുക? 25,000 ഇവിടെ നിന്നുണ്ടാവും, ലാബിലിറ്റി ഉണ്ടാവും. സിമ്പിളല്ലേ? അടുത്തത്, ഗിവ് ജേണൽ എൻട്രീസ് ഫോർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ. താഴെ കൊടുക്കുന്നതിന് എന്താകുക, ട്രാൻസാക്ഷൻ ചെയ്താനാണ് പറഞ്ഞത്. സോൾഡ് ഗുഡ്സ് ടു മിഥുൻ. ഇവിടെ മിഥുൻ എന്നുള്ള പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് അത് കടത്തിനാണെന്ന് മനസ്സിലായി. ഓക്കെ, നമ്മൾ സാധനം വിറ്റത് കടത്തിനാണ്. അപ്പോൾ നമുക്ക് അത്രയും പൈസ ചങ്ങാതിൻ്റെ കയ്യിലുണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ അസറ്റാണ്. ഡെപ്റ്റർ എന്താണ്? അസറ്റാണ്. ക്രെഡിറ്റർ എന്താണ്? ലാബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നോക്കുക, സോൾഡ് ഗുഡ്സ് ടു മിഥുൻ എന്താക്കി ക്യാഷ് കൊടുത്തു, പിന്നെ സാധനം വിറ്റു എന്നാണ് പറഞ്ഞത്. നമ്മളെ കൈമ നിന്ന് എന്ത് പോയിട്ടുണ്ട്? സാധനം പോയിട്ടുണ്ട്. ഓക്കെ, സാധനം പോയത് ഏത് വഴി കൂടെ പോയത്? സെയിൽസിലൂടെയാണ് പോയത്. അപ്പം ടു സെയിൽസ്. സാധനം വന്നത് ഏത് വഴിക്കാണ് സാധനം വരൽ? പർച്ചേസിലൂടെ. അപ്പോൾ നമ്മൾ പർച്ചേസിൽ നിന്ന് മേലെ ഇതിൽ, സെയിൽസ് നമ്മൾ താഴത്താണ് ഇതിൽ. ഓക്കെ, ഇനി ടു സെയിൽസ് മിഥുൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. മിഥുൻ അക്കൗണ്ട്, ഈ മിഥുൻ മേലെ ഇതാനുള്ള കാരണം മിഥുൻ നമ്മൾ ഡെപ്റ്ററാണ്. ഓക്കെ, അടുത്തത് പെയ്ഡ് റെൻറ്റ് RS 10,000. പെയ്ഡ് റെൻറ്റ് RS 10,000. വാടക കൊടുത്തു എന്നാണ് പറഞ്ഞത്. വാടക കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നമ്മളെ കൈമ നിന്ന് ക്യാഷ് പോകും. ഓക്കെ, റെൻറ്റ് എന്നുള്ളതൊരു എക്സ്പെൻസാണ്. എക്സ്പെൻസ് കൂടുമ്പോൾ എവിടെ എഴുതണം? നമ്മൾ പഠിച്ചത് ഡെബിറ്റ് ഭാഗത്ത് എഴുതണം. അപ്പം റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇത് ശ്രദ്ധിക്കണം. ഇവിടെ റെൻറ്റ് പെയ്ഡ് അങ്ങനെ പറഞ്ഞു, ചിലപ്പോൾ ബൈ ചെക്ക് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്നാണ് കൊടുക്കേണ്ടത്. ചെക്കാകുമ്പോൾ ബാങ്ക് എന്നാണ്. അടുത്തത് വിഡ്രോ ക്യാഷ് ഫ്രം ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്താ വരിക? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് വരിക. അടുത്ത ചോദ്യം,
Journal and ledger are two major components of double entry system of accounting. Write any three differences between these books. Okay. ജേണലും ലെഡ്ജറും എന്താണ്? രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട 3 ഡിഫറൻസ് എഴുതാനാണ് പറഞ്ഞത്. നമുക്കിങ്ങനെ എഴുതാം. ജേണൽ എന്താണ്? ട്രാൻസാക്ഷൻ ആദ്യം റെക്കോർഡ് ചെയ്യുന്നതാണെന്ന് ജേണൽ. ഓക്കെ. പിന്നെ ജേണലിൽ നിന്നാണ് ലെഡ്ജർ എന്താവുന്നത് റെക്കോർഡ് ചെയ്യുന്നത്. അതേസമയം ലെഡ്ജറിൽ നിന്ന് ജേണലല്ല, അതൊരു മാറ്റമാണ്. പിന്നെ ലെഡ്ജറിൽ ബാലൻസിങ് ഉണ്ടാവും, ജേണലിൽ എന്തുണ്ടാവില്ല? ബാലൻസിങ് ഉണ്ടാവില്ല. പിന്നെ ജേണൽ ക്രോണോളജിക്കൽ ഓർഡർ എന്നുവെച്ചാൽ ഇങ്ങനെ ഓരോ സാധനങ്ങളും ഒന്നിനൊന്ന് സംഭവിക്കണം അതേ ഇതിൽ ഇങ്ങോട്ട് എഴുതി വെക്കുക ചെയ്യുക. ലെഡ്ജറിൽ എന്തുണ്ടാവില്ല? ആ ഓർഡർ ഉണ്ടാവില്ല. 4 ഡിഫറൻസ് നമ്മൾ പറഞ്ഞു കേട്ടോ. അടുത്തത് ഇതിൻ്റെയൊക്കെ ഈ ജേണൽ എൻട്രി കൊണ്ടൊക്കെ എന്താണ് ഉദ്ദേശിക്കണമെന്നാണ് അടുത്ത ചോദ്യം. ഈ ജേണൽ എൻട്രി കൊണ്ടൊക്കെ എന്താ ഉദ്ദേശിക്കണത്? എന്താ അവിടെ സംഭവിച്ചത്? അതാണ് ചുരുക്കി ചോദിച്ചാൽ. ഡ്രോയിങ്സ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. ഡ്രോയിങ്സ് മേലെ വന്നത്, ക്യാഷ് പോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്? ക്യാഷ് വിഡ്രോ ഫ്രോം പേഴ്സണൽ യൂസ്. ക്യാഷ് വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ്. അടുത്ത ചോദ്യം, ബാങ്ക് അക്കൗണ്ട് അപ് ടു ബാബൂസ് അക്കൗണ്ട്. ബാങ്കിൽ പൈസ കൂടിയിട്ടുണ്ട്, ബാബു എന്ന് പറഞ്ഞ ചങ്ങായി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായി? ബാബു എന്തായിരിക്കും? നമ്മളെ ഒരു ഡെപ്റ്റർ ആയിരിക്കും. ബാബു ഡെപ്പോസിറ്റഡ് ടു ബാങ്ക്. ബാബു തരാനുള്ള പൈസ എന്താക്കി? ബാങ്കിലേക്ക് ഇട്ടു എന്നാണ് പറഞ്ഞത്. അടുത്ത ക്യാഷ് അക്കൗണ്ട് അപ് ടു സെയിൽസ്. സെയിൽസിലൂടെ എന്താക്കി? ക്യാഷ് കിട്ടിയിട്ടുണ്ട്. അപ്പം സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അടുത്തത് ഷോ ദ എഫക്റ്റ് ഫോളോയിങ് ഇക്വേഷൻ ആണ് കേട്ടോ. നോക്കുക. ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ്. അപ്പോൾ 2 സാധനങ്ങളാണ് വേണ്ടത്. ഒന്ന് ക്യാഷും പിന്നൊന്ന് ക്യാപിറ്റലും. 2 സൈഡ് കേട്ടോ. ഒന്ന് ക്യാഷും ഒന്ന് ക്യാപിറ്റലും. പിന്നെ ഒന്ന് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷ് കുറയും. പിന്നെ നമുക്ക് വേണ്ട ഒരു സാധനം സ്റ്റോക്കാണ്. പിന്നെ ഒന്ന് പർച്ചേസ്ഡ് ഫർണിച്ചർ. അവിടെ ഫർണിച്ചർ എന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ടുണ്ട്. ഫർണിച്ചർ ഫിക്സഡ് അസറ്റാണ്. ഫിക്സഡ് അസറ്റാണ് സമയത്ത് നമ്മൾ എന്താക്കണമെന്നോ അത് വേറെ തന്നെ പേരിൽ എന്താക്കണം? ചേർത്ത് എഴുതണം. ഫർണിച്ചർ എന്ന് പറഞ്ഞ പേരിൽ തന്നെ എന്താക്കണം? അത് ചേർത്ത് എഴുതണം. അത് സ്റ്റോക്കിൽ എന്താക്കാൻ പാടില്ല, പെടുത്താൻ പാടില്ല. ഓക്കെ. 3 സാധനമേ ഉള്ളൂ, 3 മാർക്കുണ്ട്. അപ്പോൾ ഒന്ന് ഇവിടെ 50,000, ഫസ്റ്റത്തെ ഇവിടെ 50,000, ഇവിടെ 50,000. ഓക്കെ. രണ്ടാമത്തത് സാധനം വാങ്ങുന്ന സമയത്ത് നമ്മൾ കൈമന്ന് എന്താവും? ക്യാഷ് പോകും. അപ്പം ഇവിടെ -20,000. പക്ഷേ അതേ 20,000 എന്താക്കണം? നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കണം ഗുഡ്സിൽ. അത്ര 20,000 സാധനം നമുക്ക് കിട്ടിയില്ലേ? അപ്പോൾ ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 5. ക്ലിയർ തന്നെ, കുഴപ്പമൊന്നുമില്ല. 30,000, 20,000, 30, 20, 50,000. അടുത്ത സാധനം പർച്ചേസ്ഡ് ഫർണിച്ചർ 25,000 രൂപയ്ക്ക് ഫർണിച്ചർ വാങ്ങിയത്. അപ്പം ഇവിടെ എന്താക്കും? മൈനസ് ഇവിടെ 25. ഓക്കെ. അതേ ഫർണിച്ചർ എന്താവും? ഇവിടെ കൂടും. നമുക്ക് 0 ആണ്. അപ്പോൾ ഇവിടെ എന്തായി? 5, ഇവിടെ 25, ഇവിടെ 15, ഇവിടെ 2. 15, 25, 25,000, 20,000, 45,000, 45,000, 5,000, 50,000. ക്ലിയർ അല്ലേ? ഓക്കെ. സിമ്പിളാണ് കേട്ടോ. അടുത്തത് ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് പ്രിപ്പയർ ദ അക്കൗണ്ട് ഓഫ് റോയൽ ട്രേഡേഴ്സ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഇറ്റ്. ഇതൊരു ജേണൽ എൻട്രി അല്ല, നമ്മളെ എന്താ പറയുക, ലെഡ്ജർ ഉണ്ടാക്കാനുള്ള സാധനമാണ്. ലെഡ്ജർ അക്കൗണ്ട് ഉണ്ടാക്കൽ വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ നിങ്ങൾ ആദ്യം എന്തറിഞ്ഞിരിക്കണമെന്നോ അതിൻ്റെ ജേണലിൽ എങ്ങനെയാണ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് സാധനം മാത്രം അറിഞ്ഞാൽ മതി. നോക്കുക, ഇവിടെ റോയൽ ട്രേഡേഴ്സിൻ്റെ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം 3 ജേണൽ എൻട്രി നമ്മൾ എഴുതി വെക്കും. എന്നിട്ട് എന്താക്കുന്നത്? നമ്മൾ ലെഡ്ജറിലേക്ക് മാറ്റും. എന്നിട്ട് അത് ബാലൻസ് ചെയ്യും. എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. സോൾഡ് ഗുഡ്സ് ടു റോയൽ സ്റ്റോഴ്സ്. ഇവിടെ ക്യാഷിനല്ല, കാരണം റോയൽ സ്റ്റോഴ്സ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ നോക്കുക ജേണൽ എൻട്രി എന്താ വരിക എന്നുള്ളത്. സാധാരണ വേണ്ടത് എങ്ങനെയാണ്? ക്യാഷ് അക്കൗണ്ട് അപ് ടു സെയിൽസ് എന്നാണ് വേണ്ടത്. പക്ഷേ കടത്തിന് കൊടുത്തായതുകൊണ്ട് അയാളുടെ പേരാണ് നമ്മളിവിടെ എഴുതുക. അപ്പോൾ ഇവിടെ റോയൽ സ്റ്റോഴ്സ് ഡെപ്റ്റർ ടു റോയൽ സ്റ്റോഴ്സ് അക്കൗണ്ട് അപ് ടു സെയിൽസ്. ഇതാണ് ഒന്നാമത്തെ ജേണൽ എൻട്രി. രണ്ടാമത്തെ ജേണൽ എൻട്രി നോക്കാം. ഗുഡ്സ് റിട്ടേൺഡ് ബൈ റോയൽ സ്റ്റോഴ്സ് എന്തായി? സാധനം തിരിച്ചു തന്നു എന്നാണ്. ഓക്കെ. അപ്പം സെയിൽസ് റിട്ടേൺ ആണ് ഇവിടെ വരുന്നത്. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു റോയൽ സ്റ്റോഴ്സ്. രണ്ടാമത്തെ ജേണൽ എൻട്രി.
ഇനി നമ്മൾ മൂന്നാമത്തെ ജേണൽ എൻട്രി നോക്കാം. റിസീവ്ഡ് ക്യാഷ് ഫ്രം റോയൽ സ്റ്റോർസ്. റിസീവ്ഡ് ക്യാഷ് ഫ്രം റോയൽ സ്റ്റോർസ്. അപ്പോൾ നോക്കാം, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റോയൽ സ്റ്റോർസ്. ഈ മൂന്നാണ് ജേണൽ എൻട്രി. ഇനി 3 ജേണൽ എൻട്രി ജസ്റ്റ് ഞാനൊന്ന് വിശദീകരിച്ചു തരാം, ശരിക്കും കേട്ടാൽ മതി. ഒന്നാമത്തെ നമ്മളിവിടെ റോയൽ സ്റ്റോഴ്സ് ഒന്ന് മേലെ കൊടുത്തിട്ടുള്ളത്, അതായത് നമുക്ക് ഇയാളിൽ നിന്ന് ക്യാഷ് കിട്ടിയില്ല, പകരം അയാൾ നമുക്ക് ഇങ്ങോട്ട് പൈസ തരാണ്ട്, അതുകൊണ്ടാണ് നമ്മൾ റോയൽ സ്റ്റോഴ്സ് നന്നാക്കിയത് മേലെ എഴുതിയിട്ടുള്ളത്. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അസറ്റാണ്, അസറ്റ് കൂടുമ്പോൾ മേലെ ഇതാണ് നമ്മൾ പഠിച്ചത്. ടു സെയിൽസ്. ഓക്കെ, സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്കാണ്. ഇങ്ക് അതിലൂടെയല്ലേ നമുക്ക് വരുമാനം കിട്ടുന്നത്. അപ്പം ഇൻകം കൂടുന്ന സമയത്ത് നമ്മൾ ക്രെഡിറ്റ് ഭാഗത്താണ് ഇത്. അടുത്തത്, ഇനി നിങ്ങൾ സെയിൽസ് റിട്ടേൺ എന്തുകൊണ്ട് മേലെ വന്നൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. സെയിൽസിൻ്റെ ഓപ്പോസിറ്റാണ് സെയിൽസ് റിട്ടേൺ, പർച്ചേസിൻ്റെ ഓപ്പോസിറ്റാണ് പർച്ചേസ് റിട്ടേൺ. സെയിൽസ് ക്രെഡിറ്റ് ഭാഗത്താണെങ്കിൽ ഡെബിറ്റ് ഭാഗത്താണ് എന്ത് വരിക? സെയിൽസ് റിട്ടേൺ വരിക. ഓക്കെ, അതായത് ഇനി ഇത്ര മനസ്സിലാക്കുക. ഞാൻ എന്താക്കി, ഒരു 10,000 ഒരാൾക്ക് 10,000 രൂപേൻ്റെ സാധനം ഒരാൾക്ക് കൊടുത്തു, 2,000 രൂപേൻ്റെ സാധനം അയാൾ തിരിച്ചു തന്നു. അപ്പോൾ ഇനി അയാൾ എനിക്ക് 10,000 തരാണ്ടാവോ? ഇല്ല, 8,000 തരാണ്ടാവുള്ളൂ. ഇതാണ് സംഭവം, സെയിൽസ് റിട്ടേൺ. ഇവിടെ എന്താക്കി, റോയൽ സ്റ്റോഴ്സ് നമുക്ക് 10,000 തരാണ്ടായിരുന്നു, 10,000 നമുക്ക് തരാണ്ടായിരുന്നു, അസറ്റല്ലേ. ആ അസറ്റ് എന്തായി? കുറഞ്ഞു. അസറ്റ് കുറയുമ്പോൾ ഇവിടെ എഴുതണം, ക്രെഡിറ്റ് ഭാഗത്ത് എഴുതണം. അതുകൊണ്ടാണ് റോയൽ നമ്മൾ അടിയിൽ എഴുതിയത്. 10,000 തരാണ്ടതിന് ആൾ ഇനി എത്ര തരാനുള്ളൂ? 8,000 തരാനുള്ളൂ. 2,000 എന്തായി? കുറഞ്ഞു പോയി. ഓക്കെ, ഇനി അടുത്തത്, അയാൾ എന്തായി? പൈസ തന്നു. പൈസ തന്ന സമയത്ത് ഇനി നമ്മൾ റോയൽ സ്റ്റോഴ്സിൻ്റെ പേര് എഴുതി വെക്കാൻ പറ്റില്ല. ഓക്കെ, റോയൽ സ്റ്റോഴ്സ് എന്നുള്ള ഡെപ്റ്റർ എന്തായി? പോയി. ആ ഡെപ്റ്റർ എന്നുള്ള അസറ്റ് എന്തായി? ഇവിടെ കുറഞ്ഞു, പകരം ക്യാഷ് എന്നുള്ള നമുക്ക് കിട്ടി. ഈ 3ആണ് ജേണൽ എൻട്രി. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ലെഡ്ജറിലേക്ക് എങ്ങനെ മാറ്റുക നോക്കാം. ഇതാണ് ലെഡ്ജർ അക്കൗണ്ട്. അപ്പുറം കുറേ കളിയൊക്കെ ഉണ്ടാവും കേട്ടോ. അത് നിങ്ങൾ എന്താക്കുക, ടെക്സ്റ്റിൽ നോക്കിയിട്ട് എഴുതുക. നമ്മൾ പ്രധാനപ്പെട്ട മാത്രമേ ഇവിടെ എഴുതുന്നുള്ളൂ. ഇതാണ് ലെഡ്ജർ. ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ എനിക്കൊരു കടത്തിൻ്റെ ബുക്കുണ്ട്, അല്ല, എൻ്റെ ഒരു ഇടപാടൊക്കെ രേഖപ്പെടുത്തുന്നൊരു ബുക്കുണ്ട്. ആ ബുക്കിൽ ഞാൻ ബുക്കിൻ്റെ ചട്ടമ്മിൽ മാത്രമേ എൻ്റെ പേരുണ്ടാവും. ഞാൻ കൊടുക്കാനുള്ളടത്ത് ഞാൻ എൻ്റെ പേര് എഴുതി വെക്കുമോ? സുഹൈൽ എന്ന് എഴുതി വെക്കുമോ? ഇല്ല. ഞാൻ എനിക്ക് കിട്ടാനുള്ളടത്തൊന്നും ഞാൻ എന്താ എൻ്റെ പേര് എഴുതിക്കൂല. പിന്നെ കൊടുക്കാനുള്ളടത്ത് ഞാൻ ആർക്കാണോ കൊടുക്കാനുള്ളത് അയാളുടെ പേരാണ് എഴുതി വെക്കുക, ആണല്ലോ. ഓക്കെ, വാങ്ങാനുള്ള സ്ഥലത്ത് നിന്ന് എനിക്ക് ആരേന്നാണോ കിട്ടാനുള്ളത് അയാളുടെ പേരാണ് രേഖപ്പെടുത്തുക. എൻ്റെ പേരൊന്നും ഉണ്ടാവില്ല. എൻ്റെ പേര് പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത് അതേമാതിരിയാണ് മനസ്സിലാക്കി വെക്കുക. ഇവിടെ നമ്മൾ റോയൽ സ്റ്റോഴ്സിന് കൊടുക്കും. ഇതാണ് പുസ്തകത്തിൻ്റെ ചട്ടാന്ന് മനസ്സിലാക്കുക. ഓക്കെ, പുസ്തകത്തിൻ്റെ ചട്ട അതാണ്. ഇനി നമ്മൾ ഇവിടെ എവിടെ എന്താവില്ല, റോയൽ സ്റ്റോഴ്സ് എന്ന് ഇവിടെ 2 ഭാഗത്ത് എഴുതൂല. ഇതിൻ്റെ ഓപ്പോസിറ്റ് സാധനങ്ങൾ മാത്രമേ നമ്മൾ എന്താവുള്ളൂ എഴുതുള്ളൂ. അതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഈ ലെഡ്ജറിനും എന്തുണ്ട്? പിന്നെ ബൈ സൈഡും ടു സൈഡും ഉണ്ട്. ഇതാണ് ബൈ സൈഡ്, ഇത് ടു സൈഡ്. ഇത് ബൈ സൈഡ്, ഇത് ടു സൈഡ്. ജേണൽ എൻട്രിക്കും ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ജേണൽ എൻട്രീൻ്റെ ടു സൈഡ് ഇതാ. അപ്പോൾ സ്വാഭാവികമായിട്ടും ബൈ സൈഡ് ഏതേക്കാരും ഡെബിറ്റ് ഭാഗമായിരിക്കും. ടു സൈഡ് ക്രെഡിറ്റ് ഭാഗമാണ്, പിന്നെ ബൈ സൈഡ് എന്തായിരിക്കും? ഡെബിറ്റ് സൈഡ് ആയിരിക്കും. ഇനി റോയലിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സാധനങ്ങൾ എന്താണ്? അത് ടു സൈഡ് ആണെങ്കിൽ ടു സൈഡ് എടുത്താട്ട് ചെയ്താൽ, ബൈ സൈഡ് ആണെങ്കിൽ ബൈ സൈഡ് എടുത്താട്ട് ചെയ്താൽ, അത്രേ പണിയുള്ളൂ. അപ്പോൾ നോക്കട്ടോ, ആദ്യം റോയൽ സ്റ്റോഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. ഇവിടെ റോയൽ സ്റ്റോഴ്സ് ഏത് ഭാഗത്താണുള്ളത്? റോയൽ എന്നുള്ളത് ബൈ സൈഡിലാണ്. അപ്പോൾ ഇവിടെ ടു സൈഡുള്ള സാധനം എന്താ? സെയിൽസ്. ഇവിടെ ടു സൈഡ് ഇതല്ലേ, എന്താ? ടു സെയിൽസ്. അടുത്ത് നോക്കുക, സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു റോയൽ. ഇവിടെ റോയൽ ഏത് ഭാഗത്താണുള്ളത്? ടു സൈഡ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഏത് ഭാഗം? ബൈ സൈഡ്, സെയിൽസ് റിട്ടേൺ. കഴിഞ്ഞു. അടുത്ത ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റോയൽ. റോയൽ ഏത് ഭാഗത്താണുള്ളത്? ടു സൈഡ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഏതാ? ക്യാഷ്. ക്യാഷ് ഏത് ഭാഗത്താണ്? ബൈ സൈഡ്, ബൈ ക്യാഷ്. ക്ലിയർ ആണോ? ഇനി നമ്മൾ എന്താക്കുകയാണ്? ഇതിൻ്റെ ഓരോന്നിൻ്റെ എമൗണ്ട് നമ്മളിവിടെ എഴുതി വെക്കുകയാണ്. ഒന്നാമത്തത് റോയൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് 10,000 എഴുതി. പിന്നെ ഗുഡ്സ് റിട്ടേൺഡ് 1000 അതും എഴുതി. പിന്നെ അവിടെ ക്യാഷ് 5000 അതും നമ്മൾ എഴുതി. ഇനി ഇതെങ്ങനെയാണ് ബാലൻസ് ചെയ്യുക? ബാലൻസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. രണ്ടും കൂട്ടി നോക്കുക, ഏതാണോ വലുത് അത് 2 ഭാഗത്തേക്ക് എഴുതുക. ഇവിടെ 6000 ഉള്ളൂ, ഇവിടെ 10,000 ഉണ്ട്. അപ്പോൾ 10,000 ആണ് വലുത്. ഈ 10,000 ഞാൻ 2 ഭാഗത്ത് എഴുതി വെച്ച്. ഓക്കെ, ഇനി എവിടെ കുറവുള്ളത്? ഇതാ ഇവിടെയാണ് കുറവുള്ളത്. അപ്പോൾ അവിടെ എന്താക്കുക? ബാലൻസ്. എത്ര കുറവുള്ളത്? 4000. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഏതാണോ വലുത് അത് 2 ഭാഗത്ത് എഴുതി വെക്കുക. എത്രയാണോ കുറവ് അവിടെ എന്താക്കുക? അത്രയും എമൗണ്ട് എഴുതി വെക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഇതും അങ്ങനെ തന്നെയാണ്. പ്രൂവ് ദ അക്കൗണ്ടിങ് ഇക്വേഷൻ. അസറ്റ് സമ ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇക്വേഷൻ എഴുതാനുള്ളതാണ്. നോക്കുക,
ഇത് നമ്മളെ അസറ്റിൻ്റെ ഭാഗം, ഇത് ലാബിലിറ്റിൻ്റെ ഭാഗം. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ വേണം? ക്യാഷും വേണം, ക്യാപിറ്റലും വേണം. പിന്നെ ഒന്ന് പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, കടത്തിനാണ്. അപ്പോൾ ഇവിടെ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്താക്കണം? ഒരു സാധനം ഇവിടെ വേറെ വേണം. ഗുഡ്സ് വാങ്ങിക്കൊണ്ട് ഇവിടെ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് വേറെ സാധനം അതും വേണം. അടുത്ത സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ്. സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് RS 27,000. 27,000 റുപ്യേൻ്റെ സാധനം കടത്തിന് 30,000 റുപ്യക്ക് വിറ്റു എന്നാണ് പറഞ്ഞത്. കടത്തിന് വിറ്റു എന്ന് പറഞ്ഞ സമയത്ത് അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കടത്തിന് വിറ്റു എന്ന് പറയുമ്പോൾ അത് നമുക്ക് എന്താണ്? ഡെപ്റ്റേഴ്സാണ്. അയാൾ നമുക്ക് അത്രയും പൈസ ഇങ്ങോട്ട് തരാണ്ടെന്നാണ്. അപ്പോൾ പുതിയൊരു കോളം കൂടെ ഇവിടെ വേണം, ഡെപ്റ്റേഴ്സ്. ഓക്കെ. ഇനി ബാങ്ക് ലോൺ റിസീവ്ഡ്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു എന്നാൽ അത് നമുക്ക് എന്താണ്? ക്യാപിറ്റൽ. ലാബിലിറ്റിയാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ലോൺ എന്ന് പറഞ്ഞിട്ട് സാധനം അവിടെയും വേണം. ഓക്കെ. ഇനി എന്താക്കിയാൽ മതി? നേരെ അങ്ങോട്ട് രേഖപ്പെടുത്തി കൊടുത്താൽ മതി. ആദ്യം ഇവിടെ 50, ഇവിടെയും 50. രണ്ടാമത്തോടത്ത് കടത്തിന് സാധനം വാങ്ങിയല്ലേ, അപ്പം ഇവിടെ 40 സ്റ്റോക്കിൽ കൂടും. പിന്നെ ഇവിടെ ക്രെഡിറ്റിലുണ്ടാവും 40 അവിടെ കൂടും. പിന്നെ 27,000 റുപ്യേൻ്റെ സാധനം 30,000 റുപ്യക്ക് വിറ്റു എന്നാണ് പറഞ്ഞത്. 27,000 റുപ്യേൻ്റെ സാധനം 30,000 റുപ്യക്ക് വിറ്റു. അപ്പോൾ ഇവിടെ ക്യാഷിൽ എന്താക്കണം? എന്നാൽ ഗുഡ്സിൽ നമ്മൾ 27,000 റുപ്യേൻ്റെ സാധനം കുറക്കണം. എന്നിട്ട് ഡെപ്റ്റേഴ്സിൽ നമ്മൾ എന്താക്കണം? 30,000 ചേർക്കണം. ഇതിലൊരു 3,000 എന്തുണ്ട്? അധികം ലാഭമുണ്ട്. അത് നേരെ എന്താക്കണം? 3,000 ക്യാപിറ്റലിലേക്ക് എന്താക്കണം? ആഡ് ചെയ്യണം. ഓക്കെ. പിന്നെ ബാങ്ക് ലോൺ റിസീവ്ഡാണ്. ബാങ്ക് ലോൺ കിട്ടുന്ന സമയത്ത് 80,000 റുപ്യ എന്താവും? ക്യാഷും കൂടും. അതോടൊപ്പം എന്താവും? ലോണിലും 80,000 വരും. ഇത് കൂട്ടി നോക്കിയാൽ എന്തായിരിക്കും? കറക്റ്റായിരിക്കും. ഓക്കെ. നമ്മൾ സ്പീഡിൽ പോകുന്നത് മുമ്പ് കണക്ക് ചെയ്തുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. അടുത്ത ചോദ്യം, ജേർണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. താഴെ കൊടുത്തതിന് എന്താ ജേർണലൈസ് ചെയ്യാനാണ് പറയുക? ഇൻഷുറൻസ് പെയ്ഡ് ബൈ ചെക്ക്. ചെക്കാണ് കൊടുത്തത്, അതുകൊണ്ട് ബാങ്കിൽ നിന്ന് പൈസ പോയി. ബാങ്കിൽ നിന്നുള്ള അസറ്റാണ്. അസറ്റ് കുറയുമ്പോൾ എന്താക്കണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ടു ബാങ്ക്, അത് ക്ലിയറാണ്. ഏത് വഴിയാണ് പൈസ പോയത്? നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഈ പൈസ അടച്ചു എന്ന് പറയുന്ന സമയത്തും പൈസ കിട്ടി എന്ന് പറയുന്ന സമയത്തും, ഓക്കെ, പൈസ അടച്ചു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ക്യാഷ് എന്നാണ് അടച്ചെങ്കിൽ ടു ക്യാഷ് എന്ന് കൊടുക്കുക, ബാങ്കാണ് അടച്ചെങ്കിൽ ടു ബാങ്ക് എന്ന് കൊടുക്കുക. എന്നിട്ട് എന്തിനാണോ പൈസ അടച്ചത് അത് മേലങ്ങ് ചേർത്താൽ മതി. ഇവിടെ ഇൻഷുറൻസ് ആണ്, ഇവിടെ ഇൻഷുറൻസിന് വേണ്ടി പൈസ കൊടുത്തു. ഇനി സാലറി കൊടുത്തതാണോ എന്താക്കിയാൽ മതി? ഇവിടെ സാലറി നീതിയാൽ മതി. ഇനി റെൻറ്റ് കൊടുത്താണോ അങ്ങനെയാണെങ്കിൽ റെൻറ്റ് നീതിയാൽ മതി. മനസ്സിലായോ? പൈസ എവിടെ നിന്നാണോ പോയത് നടിയിൽ ചെയ്താൽ, ഏത് വഴി ഏതാണോ അത് മേലെ ചെയ്താൽ, അത്രേ ആവശ്യമുള്ളൂ. ഇനി അടുത്തത് ഗുഡ്സ് കോസ്റ്റിംഗ്. RS 2,500 ഗേവ് ആസ് ചാരിറ്റി ആയിട്ട് 2,500 റുപ്യേൻ്റെ സാധനം കൊടുത്തു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ജേണൽ എൻട്രിയാണ്. ചാരിറ്റി അക്കൗണ്ട് അപ് ടു പർച്ചേസ് ആണ് കേട്ടോ, അത് നല്ലോണം ശ്രദ്ധിക്കുക. അടുത്ത വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ് ആണ്. ഓഫീസ് യൂസിന് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് പൈസ എടുത്തു. ഇത് നമ്മൾ പറഞ്ഞതാണ്, ഒന്ന് സ്വന്തമായിട്ട് എഴുതി കേട്ടോ. ഓഫീസ് യൂസ് ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഗുഡ്സ് റിട്ടേൺ ടു നിർമ്മൽ എന്താക്കി? സാധനം തിരിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആദ്യം നമ്മൾ നിർമ്മലിൻ്റെ സാധനം വാങ്ങുകയാണ്, കടത്തിനാണ് സാധനം വാങ്ങണത്. അപ്പോൾ ജേണൽ എൻട്രി ഉണ്ടാവും എങ്ങനെയാണ്? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു നിർമ്മൽ. അങ്ങനെ നിർമ്മൽ എന്ന് പറഞ്ഞാൽ നിർമ്മൽ നമ്മൾ പൈസ കൊടുക്കാനായില്ലേ, ലാബിലിറ്റിയാണ്. ലാബിലിറ്റി കൊടുക്കുമ്പോൾ എന്തായി? നമ്മൾ ക്രെഡിറ്റ് ഭാഗത്തേക്ക്. ഇനി അത് റിട്ടേൺ ആകുമ്പോൾ എന്താ സംഭവിക്കുക? പർച്ചേസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് പർച്ചേസ് റിട്ടേൺ. ഇവിടെ ഡെബിറ്റ് ഭാഗത്താണ് പർച്ചേസ്, അതുകൊണ്ട് ക്രെഡിറ്റ് ഭാഗത്ത് എന്താക്കുക? പർച്ചേസ് ചെയ്താൽ ടു പർച്ചേസ് റിട്ടേൺ നിർമ്മൽ. ഇത് നമ്മൾ നേരത്തെ റോയൽ ട്രേഡേഴ്സ് ചെയ്തില്ലേ, ഇത് റോയൽ ട്രേഡേഴ്സിൽ പറഞ്ഞില്ലേ, അതേ തിയറി തന്നെയാണ് കേട്ടോ. നിർമ്മലിന് നമ്മൾ 10,000 കൊടുക്കാണ്ടായിരുന്നു. 10,000 ലാബിലിറ്റി എന്തായി മാറി? 8,000 ആയി കുറഞ്ഞു. അപ്പോൾ ലാബിലിറ്റി കുറയുമ്പോൾ നമ്മൾ എവിടെ ചെയ്തു? ഡെബിറ്റ് ഭാഗത്ത് ചെയ്തു. അതാണ് സംഭവം. ഓക്കെ. അടുത്തത് കംപ്ലീറ്റ് ദ ജേണൽ എൻട്രി ഫോർ ദ ഫോളോയിങ്. ഓക്കെ. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു രചന. രചനക്ക് എന്തായി? സാധനം വിറ്റു. രചനയ്ക്ക് സാധനം വിറ്റുന്ന ക്യാഷിനല്ല, കടത്തിനാണ് സാധനം വിറ്റത്. അതുകൊണ്ട് അതെന്തായിരിക്കും? നമ്മൾ ഡെപ്റ്റർ ആയിരിക്കും. ഡെപ്റ്റർ നമ്മൾ എവിടെ എഴുതണം? അസറ്റാണ്, മേലെ എഴുതണം. അതവിടെ എഴുതിയിട്ടുണ്ട്. ടു ഏത് വഴിയാ? അല്ലെങ്കിൽ പിന്നെ സോൾഡ് ഗുഡ്സ് എന്നല്ല പറഞ്ഞത്, ഇവിടെ സെയിൽസ് ആണ്. സെയിൽസ് ഇൻകാണ്. ഇൻകം കൂടിയ ക്രെഡിറ്റ് ഭാഗത്താണ് ഇത്. അപ്പം ഇവിടെ ടു സെയിൽസ്. അടുത്ത നോക്കാം, പർച്ചേസ് സ്റ്റേഷനറി ഫോർ ക്യാഷ്. സ്റ്റേഷനറി സാധനങ്ങൾ എന്താക്കിയെന്നോ വാങ്ങിയെന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ സ്റ്റേഷനറി അക്കൗണ്ട് അപ് ടു ക്യാഷ്. അടുത്ത ഫർണിച്ചർ അക്കൗണ്ട്. ഫർണിച്ചർ പർച്ചേസ്ഡ് ആൻഡ് പെയ്ഡ് ബൈ ചെക്ക്. ചെക്കാട്ടോ കൊടുത്തത്. അപ്പം ഇവിടെ ഫർണിച്ചറാണ് വാങ്ങിയതുകൊണ്ട് ഫിക്സഡ് അസറ്റ് ആയതുകൊണ്ട് എന്താക്കണം? ഇവിടെ ഫിക്സഡിൻ്റെ പേരെന്നെ മേലെ എഴുതണം. ഫർണിച്ചർ അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്നല്ല, നമ്മൾ കൈമന്ന് ക്യാഷ് അല്ല, കൈമന്നല്ല പോകുന്നത്, ബാങ്കിൽ നിന്നാണ് പോകുന്നത്. അതുകൊണ്ട് ടു ബാങ്ക്. അടുത്തത് ക്യാഷ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ്. സ്വന്തം ആവശ്യത്തിന് വേണ്ടി പൈസ പിൻവലിച്ചു. പൈസയാണ് പിൻവലിച്ചത്. അപ്പോൾ ഇവിടെ അടിയിൽ ക്യാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്, മേലെ ഡ്രോയിങ്സ്. ഓക്കെ. ഇനി നമ്മൾ അടുത്തത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ഇക്വേഷനാണ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല.
ക്യാഷിലും ക്യാപിറ്റലും. പിന്നെ ഗുഡ്സ് ഫോർ ക്യാഷ്. അപ്പോൾ അവിടെ ക്യാഷ് എന്ന് എന്താക്കുക, മൈനസ് ചെയ്യുക. ഗുഡ്സ് എന്താക്കുക, പുതിയ സാധനം അവിടെ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് സാധനം ചേർത്ത് കൊടുക്കുക. ബാനുവിന് കടത്തിന് സാധനം വിറ്റു, 5000 റുപ്യേൻ്റെ സാധനം 8000 റുപ്യക്ക്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കണം നോക്കുക. ഒന്ന് സാധനത്തിൽ നിന്ന് എന്താക്കണമെന്നോ 5000 കുറക്കണം. ഓക്കെ, സാധനത്തിൽ നിന്ന് 5000 കുറക്കണം. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്താക്കണമെന്നോ പുതിയൊരു കോളട്ടായിട്ട് അതിൽ 8000 കൊടുക്കണം. ബാനു ഡെപ്റ്റേഴ്സാണ്, നമ്മൾ അങ്ങോട്ട് സാധനം കൊടുത്താലേ അപ്പോൾ പൈസ ഇങ്ങോട്ട് തരാണ്. 8000 റുപ്യ എന്താക്കണം അവിടെ ചേർക്കണം. ക്യാപിറ്റൽ എന്താക്കണമെന്നോ ഈ 5000 8000 കഴിഞ്ഞാൽ 3000 റുപ്യാണ് ലാഭം വരുന്നത്, അതെന്താക്കണം ക്യാപിറ്റലിക്ക് ചേർത്ത് കൊടുക്കണം. വീണ്ടും എന്താണ് അക്കൗണ്ടിങ് കേഷനാണ്. നമ്മൾ ഇനി എന്താക്കുന്നില്ല, വീഡിയോസ് കുറേ നീട്ടുന്നില്ല, അക്കൗണ്ടിങ് കേഷൻ പറഞ്ഞിട്ട് എന്താക്കുന്നില്ല, കുറേ നീട്ടുന്നില്ല. അതും അക്കൗണ്ടിങ് കേഷനാണ് കേട്ടോ. വീണ്ടും പറയുന്നത് അക്കൗണ്ടിങ് കേഷനാണ്. പിന്നെ ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ജേണൽ എൻട്രിയാണ്. നോക്കുക, ജേണൽ എൻട്രി പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ഹരിൻ്റെ നിന്ന് കടത്തിനാണ് സാധനം വാങ്ങിയത്. കടത്തിന് സാധനം വാങ്ങുന്ന സമയത്ത് നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് പോകില്ല, പകരം നമുക്കൊരു ലാബിലിറ്റി ഉണ്ടാകുകയാണ് ചെയ്യുക. ലാബിലിറ്റി കൂടെ നമ്മൾ ക്രെഡിറ്റ് ഭാഗത്താണ് ഇത്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് അപ് ടു ഹരി അക്കൗണ്ടാണ് ഇത്. ടുക്ക് ഗുഡ്സ് ഫോർ പേഴ്സണൽ യൂസ്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ടോ, സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് സാധനം എടുത്താൽ എന്താ ജേണൽ എൻട്രി ഉണ്ടാകുക. ഫർണിച്ചർ അക്കൗണ്ട് അപ് ടു ബാങ്ക് എന്നാണ്. ഫർണിച്ചർ കിട്ടി ബാങ്കിൽ നിന്ന് പൈസ പോയി എന്നാണ്. അപ്പോൾ എന്താ ഉണ്ടാകുക, ഫർണിച്ചർ പർച്ചേസ്ഡ് ആൻഡ് പെയ്ഡ് ബൈ ചെക്ക്. അടുത്ത ബിനു അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് റിട്ടേൺ ടു ബിനുവിന് സാധനം തിരിച്ചു കൊടുത്തു എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സെയിൽസ് റിട്ടേൺ ആണോ പർച്ചേസ് റിട്ടേൺ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകുക. നിങ്ങൾ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. റിട്ടേൺ പർച്ചേസ് എപ്പോഴും മേലെ ഉണ്ടാകുക, അപ്പോൾ പർച്ചേസ് റിട്ടേൺ ഇവിടെ ഉണ്ടാകുക. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാകുക, ഇവിടെ ഒരിക്കലും സെയിൽസ് റിട്ടേൺ വരില്ല. സെയിൽസ് റിട്ടേൺ ഇപ്പോൾ ഇവിടെ വരുള്ളൂ, ഇവിടെ സെയിൽസാണ് വരിക. ഇവിടെ റിട്ടേൺ ആകുമ്പോൾ ഇവിടെ എന്താ ഉണ്ടാകുക, പർച്ചേസ് റിട്ടേൺ ഉണ്ടാകുക. പിന്നെ ക്യാഷ് അക്കൗണ്ട് അപ് ടു സാബുവിന് ക്യാഷ് റിസീവ്ഡ് ഫ്രം സാബുവിനെ എന്താക്കി ക്യാഷ് സ്വീകരിച്ചു. ഇനി വീണ്ടും എന്താണ് അക്കൗണ്ടിങ് കേഷനാണ്. ഒന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, അപ്പോൾ ഇവിടെ ക്യാഷും ക്യാപിറ്റലും. പർച്ചേസ്ഡ് ഗുഡ്സ് ക്രെഡിറ്റ്, കടത്തിന് സാധനം വാങ്ങി, അപ്പോൾ ഒരു ക്രെഡിറ്റേഴ്സ് എന്താക്കണം അതിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു ഗുഡ്സും വേണം. പിന്നെ സോൾഡ് ഗുഡ്സ് നമ്മൾ പറയുന്നില്ല. റിസീവ്ഡ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ ക്യാഷല്ലേ കിട്ടുന്നത്, ക്യാഷിലേക്കും പൈസ ചേർക്കുക, അതുപോലെ തന്നെ ക്യാപിറ്റലിലേക്കും എന്താക്കുക പൈസ ചേർക്കുക. പിന്നെ പെയ്ഡ് സാലറി, കൈമൊന്നും ക്യാഷ് പോവും, ക്യാപിറ്റലും എന്താക്കും പൈസ പോവും. അത്രയേ ഉള്ളൂ കേട്ടോ. ജേണൽ എൻട്രി, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി, ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. പിന്നെ ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക. ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കണം, നമ്മൾ കൈമെന്നുള്ള ക്യാഷ് പോവുകയാണ്. അപ്പോൾ ക്യാഷ് എന്നുള്ള അസറ്റാണ്, അത് കുറയുമ്പോൾ ടു ക്യാഷ്. എവിടെ അസറ്റ് എവിടെ കൂടുന്നത്, പിന്നെ ബാങ്കിൽ കൂടുന്നുണ്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അടുത്തെന്താണ് പർച്ചേസ്ഡ് ഗുഡ്സ് ആണ്. പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്താ സാധനം. ഇവിടെ ക്യാഷ് ഒന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ക്യാഷിനാണ്. അപ്പോൾ എന്താക്കി ഗുഡ്സ് വാങ്ങി പൈസ പോയി. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. അടുത്ത് വേജസ് പെയ്ഡ്. ഇത് നേരത്തെ ട്രിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടു ക്യാഷ്, അടക്കണ സമയത്ത് കൈമന്ന് ക്യാഷ് പോകും. എന്തിനു വേണ്ടിയിട്ടായി പൈസ അടച്ചിട്ടുള്ളത്, വേജസ്. അപ്പോൾ വേജസ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. അടുത്ത കമ്മീഷൻ റിസീവ്ഡ്. ഇതേ ട്രിക്ക് നമുക്ക് ഇവിടെയും പ്രയോഗിക്കാൻ പറ്റും. കമ്മീഷൻ റിസീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്താ, ക്യാഷ്. അപ്പോൾ മേലെ ക്യാഷ്, അസറ്റ് കൂടിയപ്പോൾ എന്തായി ഡെബിറ്റ് ഭാഗം ചെയ്ത്. ഏത് വഴിയാണ് കിട്ടുന്നത്, കമ്മീഷൻ വഴി. അപ്പോൾ വഴി മാത്രം ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റുന്നോ, ഈ റിസീവ്ഡും പെയ്ഡും നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. അടുത്തത് ഫർണിച്ചർ പർച്ചേസ്ഡ്. ഇതിവിടെ ശ്രദ്ധിക്കേണ്ട സാധനം ഫർണിച്ചർ എന്താണ്, ഫിക്സഡ് അസറ്റാണെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അടുത്ത വിഡ്രോ ക്യാഷ് ഫ്രോം പ്രൈവറ്റ് യൂസ്. ഓക്കെ, പേഴ്സണൽ യൂസ് എന്ന് പറയും, പ്രൈവറ്റ് യൂസ് എന്ന് പറയും കേട്ടോ. സ്വന്തം ആവശ്യത്തിന് വേണ്ടി. സ്വന്തം ഈ പ്രൈവറ്റ് യൂസും പേഴ്സണൽ യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ വേഗം എന്താക്കുക, ഡ്രോയിങ്സ് ഒന്നും എന്താക്കുക മനസ്സിലാക്കുക. അടുത്ത സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് നമ്മൾ പറയുന്നില്ല. ഇനി അടുത്തവിടെ കമൻസ് മീൻസ് സ്റ്റാർട്ട് തന്നെയാണ് കേട്ടോ. ക്യാഷ് ഡെപ്പോസിറ്റ് നമ്മളിപ്പോൾ പറഞ്ഞു. പർച്ചേസ്ഡ് മെഷീനറി നമ്മൾ ഫർണിച്ചർ മേലെ പറഞ്ഞില്ലേ. പിന്നെ ഇവിടെ ഫ്രം സ്റ്റാർ ട്രേഡേഴ്സ് ആണ്, ക്യാഷ് അല്ല കേട്ടോ, പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അത് മനസ്സിലാക്കി വെക്കുക. അടുത്ത ഗുഡ്സ് റിട്ടേൺഡ്, ആ ജേണൽ എൻട്രി നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞു. ക്യാഷ് സെയിൽസ്, പൈസക്ക് സെയിൽസ് ചെയ്തു എന്നാണ്. സാലറി പെയ്ഡ്, നമ്മൾ ഈ ട്രിക്ക് ഉപയോഗിച്ച് ചെയ്താൽ മതി. റെൻറ്റ് പെയ്ഡ്, അതും ഈ ട്രിക്ക് ഉപയോഗിച്ച് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ ചെക്കാണ് കൊടുത്തതെന്ന് എന്താക്കുക മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. ഓക്കെ.